പക്ഷേ എവറി കമന്റ് ഞാൻ വായിക്കുന്നുണ്ട്, എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം മന്ത്ലി കോസ്റ്റ് വെറും 2500 രൂപ വരുള്ളൂ. ഇതിലേക്ക് ഇതെന്തൊരു CT100 എന്നുള്ളൊരു മൂഡായി മാറിയിട്ട് നമുക്ക് ഓരോ വണ്ടിയുടെ സൗണ്ട് കേൾക്കാനും അതിന്റെ ലുക്ക് കാണാനും ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് നമുക്കറിയാം. ഏടാ മോനെ ഈർദാ പൊളിക്കല്ലേ? പിന്നല്ല, എന്താണ് പരിപാടി? ഇങ്ങോട്ട് വരി, പറഞ്ഞുതരാം. അതായത് ഇന്ന് നമ്മളൊരു സൂപ്പർ ബൈക്കിന്റെ വീഡിയോ എടുക്കാൻ പോവാണ്. സൂപ്പർ ബൈക്കിന്റെ കളക്ഷൻ ഉള്ള ഒരു സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പോവാണ്. അതായത് നമ്മൾ ഹൈലൈറ്റ് മാളിൽ അല്ലേ? ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഹൈലൈറ്റ് മാളിലാണ്. ഈ വണ്ടി, അതുപോലെ തന്നെ 48, അതുപോലെ തന്നെ അയൺ 83, അതുപോലെ തന്നെ സ്ട്രീറ്റുകൾ, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. നമുക്ക് ആ വണ്ടികളൊക്കെ കണ്ടുവന്നാലോ അല്ലേ? ഒരുപാട് സർപ്രൈസ് സംഗതികളുണ്ട്. അതിനൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെ, അതിനൊരു ട്വിസ്റ്റ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അവിടേക്ക് പോയി നോക്കിയാലോ? സൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കേ. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഹൈലൈറ്റ് മാളിൽ എവിടെയാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ്? ഹൈലൈറ്റ് മോളില് -2 ബേസ്മെന്റ്, അത് ബൈക്ക് പാർക്കിങ്ങിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, നമുക്ക് അവിടെ പോയി നോക്കാമല്ലോ. എന്തായാലും ഒരു പൊളി എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ റോഡ് അല്ലേ? പിന്നല്ല, വെറൈറ്റി ഏരിയയും കൂടിയാണല്ലോ. റോഡ് പ്രസൻസ് ആ ഒരു വണ്ടി വേറെ ലെവലാട്ടോ. ഇതൊരു ഓഫ് റോഡ് ടൈപ്പും അതൊരു ക്രൂയിസ് ടൈപ്പും അല്ലേ? പക്ഷെ ഏതാ ഓടിക്കാൻ എളുപ്പം? ഓടിക്കാൻ എളുപ്പം എനിക്കിതാണ് അല്ലേ? പക്ഷെ ആൾക്കാർ കാണുന്നത് ഫുൾ പബ്ലിക് റിയാക്ഷൻ കണ്ടോ? ചാടി പോകുന്നുണ്ട്. നമുക്ക് കാണണ്ടല്ലേ? റൈറ്റ് അല്ലേ? ഓക്കെ, ഇത് വേറെ ലെവൽ മൂഡാണ് ഈ വണ്ടി. നമ്മൾ ഹൈലൈറ്റിന്റെ ഉള്ളിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. കാരണം അങ്ങനെ നമ്മൾ ഫൈനലി ഒരു ഷോപ്പ് തന്നെ ഓപ്പൺ ചെയ്തല്ലോ. ഒരു ഹെവൻ ആണത്. ഒരു സ്വർഗം അല്ലേ? നിങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. ഇതാണ് എന്റെ പൊന്നെ, ഓരോരോ വണ്ടികൾ അയൺ 83, അതുപോലെ തന്നെ BMW, GT, ഹാർലി ഡേവിഡ്സൺ, സ്ട്രീറ്റ് 750, എല്ലാ സാധനം ഉണ്ടല്ലോ. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, ബാക്കി പറഞ്ഞുതരാം. ഉള്ളിലേക്ക് കടന്നു വരൂ. അങ്ങോട്ട് നോക്കൂ പൊന്നു മക്കളെ, ഒരുപാട് ഡ്രീം വണ്ടികളാണ്, പലരുടെയും ഡ്രീം വണ്ടികളാണ്. ഇത് കണ്ടോ, കസ്റ്റമൈസ് ചെയ്ത അല്ലേ? അടിപൊളി അടിപൊളി വണ്ടികള്, കിളിക്കുഞ്ഞ് സാധനം അല്ലേ? ഡുഗാട്ടി 1100, അതുപോലെ തന്നെ GS 1200 GT, അതുപോലെ തന്നെ സ്ട്രീറ്റ് അയൺ 83 സ്ട്രീറ്റുകൾ എല്ലാം ഉണ്ട്. ഇന്ന് പൊളിക്കാൻ പോവാണ് സാറ് ബ്രോ. ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണിക്കണം അല്ലേ? അതിന്റെ മുന്നേ ഇതെന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് എന്താണെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ ഒരു ഡീറ്റെയിലിംഗ് സെന്റർ ലുക്കും ഉണ്ട്, എന്നാ ഒരു ഷോറൂമും ആണ്. അതെ, ഇത് നമ്മളുടെ പ്രീമിയം ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ആണ്. ഇത് ഷോറൂം അല്ല. നമ്മൾ സെയിൽസ് ഓബിയസ്ലി മുന്നേ ഓൺലൈൻ ആണല്ലോ, അത് അതേപോലെ തന്നെ ഓൺലൈൻ തന്നെയാണ്. ഇത് നമ്മുടെ പ്രീമിയം ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ. ഇവിടെ നമ്മൾ ഈ റൈഡേഴ്സ് കാർട്ടലിന്റെ പ്രീമിയം ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ആണ്. അങ്ങനെ പ്രീമിയം ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ എന്ന് വരാൻ കാരണം പേരെന്താ? അങ്ങനെ സാധാരണ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ എന്ന് കണ്ടിട്ടുണ്ട്, പ്രീമിയം ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ. പ്രീമിയം ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ബൈക്കിന്റെ മേത്ത് നമ്മൾ ഇതുവരെ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ടല്ലോ, പുറത്തും എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഒരു 1 hour 2 hour പരിപാടി വരും. ഇവിടെ അതല്ല, ഇവിടെ ഒരു ബൈക്ക് നമ്മൾ മാക്സിമം ഇരുന്നിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. പ്ലസ് നമ്മൾ യൂസ് ചെയ്യുന്ന അതെ പ്രൊഡക്ട്സും പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് ദി ലൈൻ ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ്, ഇറ്റലി, ജർമ്മനി, ആയിരുന്നോ ഏതൊക്കെ പ്രൊഡക്ട്സ് എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്, പക്ഷെ ഒക്കെ ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. ഇവിടെ നമ്മൾ ഗ്രാഫീൻ, സെറാമിക്, ബോറോഫീൻ, വാക്സിംഗ്, പോളിഷിംഗ്, എല്ലാ സാധനവും വണ്ടി പ്രാന്തന്മാരുടെ ഒരു വീഡിയോ തന്നെ ആയിരിക്കും അല്ലേ? കാരണം ഈ ബാക്കിൽ കാണുന്ന വണ്ടികൾ മിനുക്കി നടക്കുക എന്ന് പറയുന്നത് വണ്ടി പ്രാന്തന്മാർ ഇതാണല്ലോ. നമുക്ക് ഓരോ വണ്ടി കാണിച്ചു കൊടുത്തിട്ട് പറയാം. അതിന് മുന്നേ നമ്മൾ ഇത് ലൊക്കേഷൻ വരുന്നത് ഹൈലൈറ്റ് മാൾ, കാലിക്കറ്റിന്റെ ഫേവറേറ്റ് ഹാങ് ഔട്ട് സ്പോട്ട് ആയ ഹൈലൈറ്റ് മാൾ കാലിക്കറ്റ്. എല്ലാവരും ഒന്ന് വന്നു പോയിട്ടുണ്ടാകുന്ന സ്ഥലമാണ്. കോഴിക്കോട് വരികയാണെങ്കിൽ ഒരു ഹൈലൈറ്റ് മാൾ ഒന്ന് വിസിറ്റ് ചെയ്യാതെ പോകുന്ന ഒരു പൊതുവെ കുറവായിരിക്കും. പിന്നെ എന്റർടൈൻമെന്റിനാണെങ്കിലും ഫിലിം കാണാനാണെങ്കിലും കുട്ടികൾ പോകുന്നുണ്ട് റോഡ് സൈഡിലൂടെ, അല്ല സോറി നമ്മളെ ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിലൂടെ പോകുന്നുണ്ടോ, എല്ലാവരും ഹായ് ബായ് പറയുന്നുണ്ട്.
അതായത് വണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ആളുകളുണ്ട്. അത് അവർക്ക് എല്ലാവർക്കും വേണ്ടി പറയുന്നത് ഇത് ബൈക്സാണ് വെച്ചിരിക്കുന്നത് ഇവിടെ കറക്റ്റ് ബൈക്ക് പാർക്കിംഗ് അതാ കാണുന്നത്. വീഡിയോ എടുക്കുമ്പോൾ തന്നെ ആൾക്കാർ പോകുന്നതും ഇവിടെയാണ് ബൈക്ക് പാർക്കിങ്ങിന്റെ എക്സിറ്റ് വരുന്നത്. ഇവിടുന്ന് ഒക്കെ ആൾക്കാർ പാർക്കിംഗ് കൊടുക്കുന്നു. പിന്നെ അതായത് നമ്മളെ വീഡിയോ കൂടെയാണ് ഔട്ട് ചെയ്യുന്നത്. ഇതുവരെ നിങ്ങൾ അറിയാത്ത കാര്യമാണ്. ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് വന്നാൽ മുതലാവും. കാരണം അതിന് മാത്രം വെറൈറ്റി വണ്ടികൾ സൂപ്പർ ബൈക്കും ഇനി നമുക്കൊക്കെ സിമ്പിൾ ആയിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ സൗരഭ് ബ്രോ, റൈഡേഴ്സ് കാർട്ടിന്റെ സൗരഭ് ബ്രോ നമുക്ക് വേണ്ടി ഹൈലൈറ്റ് മാളിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ബേസ്മെന്റ് 2 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ യൂസ് ബൈക്സ് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ചെയ്യുന്ന ബൈക്സ് ആണ്. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് ഫെരാരി ഉണ്ടോ, നിങ്ങളുടെ അടുത്ത് ഇന്നോവ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു വെറൈറ്റി ഏതെങ്കിലും വണ്ടി ഉണ്ടോ, അല്ലെങ്കിൽ കാറും ബൈക്കും ഇതേപോലെ സൂപ്പർ ബൈക്ക് ആവണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ബൈക്കും ഇവിടെ കൊണ്ടുവന്നോളൂ. നമ്മൾ അത്രയും പെർഫെക്ഷൻ നമുക്ക് പറ്റുന്ന മാക്സിമം ഇതാണ് നമ്മുടെ ഡീറ്റെയിലിംഗ് ബേ. ഇത് ഡിസ്പ്ലേ ബേ ആണ്. അപ്പൊ ബൈക്സ് ഇപ്പം നമ്മൾ ഫുൾ ബൈക്സ് ഇല്ല, ഏറെക്കുറെ ഉള്ള ബൈക്സ് ഉള്ളത്. ബാക്കി ഇതേപോലെ തന്നെ ബാംഗ്ലൂരും മലപ്പുറം കൊച്ചിയോ ഓരോ സ്ഥലത്തായിട്ട് ജസ്റ്റ് ഓരോ വണ്ടിന്റെ കാര്യം പറഞ്ഞിട്ട് അതിൽ ചെയ്ത വർക്കുകളും പിന്നെ അതിന്റെ കൊടുക്കുന്ന കാര്യങ്ങളും അതിനെങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാലോ നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നടുവിൽ കുറച്ച് സർപ്രൈസസും ഉണ്ട്. സർപ്രൈസസ് ഉണ്ട്. അതായത് ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചോളം ഉണ്ട്. ബട്ട് മോർ ദാൻ ദാറ്റ് ഒരു യൂസർ, ഒരു സൂപ്പർ ബൈക്ക് യൂസ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഈ വണ്ടി അവർക്കും ഒരു സർപ്രൈസ് ഈ വണ്ടി മുന്നോട്ട് വെക്കാം. അപ്പോ ഓരോ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാലോ. ഇതിന്റെ മോഡല് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ, തുടങ്ങിക്കോളൂ. ഇത് 2017 ഹാർലി ഡേവിഡ്സൺ സ്ട്രീറ്റ് റോഡ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ സ്ട്രീറ്റ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ടാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഏടാ മോനെ, ഓ ഈർടാ പൊളിയോ. പൊളിച്ചിട്ടോ, സൗണ്ട് കിടിലൻ. അതുപോലെ തന്നെ ഞാൻ ഈ വണ്ടിയിൽ വന്ന് നോക്കുമ്പോൾ ഒരു ഫിംഗർ ടച്ച് പോലും ഈ വണ്ടിയിലില്ല. അതായത് അത്രയും മിന്റ് കണ്ടീഷൻ ലുക്കാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇത് എങ്ങനെയാണ്? ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യുന്ന സെന്റർ ആയിരുന്നു. ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിൽ നമ്മൾ ഫുൾ വർക്ക്, അതായത് വാഷ് ചെയ്തു, പിന്നെ അതിന്റെ A to Z വർക്ക്, പോളിഷിങ്ങും അതൊക്കെ നമ്മൾ എസ്തെറ്റിക്സ് ഉണ്ടല്ലോ. മെക്കാനിക്കലി നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ബൈക്സ് ഒക്കെ റെഡി ആക്കിയിട്ട് ഫൈനൽ ചെയ്തിട്ട് റെഡി ടു കണ്ടീഷനിൽ ഇവിടെ കൊണ്ടുവരും. പിന്നെ ബോഡി വർക്ക് ഫുൾ ഇവിടുന്ന് ചെയ്യുന്നത്. അത് പക്ഷേ ബോഡി വർക്ക് വരെ നമ്മൾ ബൈക്ക് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ വേണ്ടാത്ത ടച്ചപ്പും കാര്യങ്ങളും അഡ്ജസ്റ്റ്മെന്റ് പരിപാടി ഒന്നുമില്ല. ഈ ബൈക്ക് നിങ്ങൾ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയാൽ വാഷ് ചെയ്യുന്ന ഇങ്ങനെ തന്നെ ഉണ്ടാവും, ഇതേപോലെ ഉണ്ടാവും. നമുക്കിതിൽ ഈ വണ്ടിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാലോ. സോ ഇത് 2000 ഞാൻ പറഞ്ഞ പോലെ തന്നെ 2017 മോഡൽ ഹാർലി ഡേവിഡ്സൺ സ്ട്രീറ്റ് റോഡ്. അതായത് സ്ട്രീറ്റ് സീരീസിൽ സ്ട്രീറ്റ് 750 ഉണ്ട്, സ്ട്രീറ്റ് റോഡും ഉണ്ട്. സ്ട്രീറ്റ് റോഡിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് 750 ആദ്യം ലോഞ്ച് ചെയ്തത് 2014, പിന്നെ 2017 സ്ട്രീറ്റ് റോഡ് അവർ ലോഞ്ച് ചെയ്തു. ഇത് ബേസിക്കലി ഒരു മസ്കുലർ, ഒരു സ്റ്റെറോയിഡഡ് വേർഷൻ ആണ്. ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യുന്നത്. ഫ്രണ്ടില് ഡ്യുവൽ ഡിസ്ക് വരുന്നത്, നേച്ചർ ആയി ബൈക്ക് ഫുൾ കാണിക്കുന്നത്. പിന്നെ ഇൻവെർട്ടഡ് ഫോക്സ്, ഇതൊക്കെ യൂഷ്വലി സൂപ്പർ ബൈക്സ് അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്സിലെ കാണില്ല. ഇതൊരു ഹാർലി ക്രൂസർ ആണല്ലോ. പക്ഷേ ഹാർലിന്റെ ഒരു അഫോർഡബിൾ സ്പോർട്ട് ബൈക്ക് രീതിയിൽ, ഹാർലി സ്പോർട്ട് ബൈക്ക് അല്ല, പക്ഷേ ഹാർലിന്റെ സ്പോർട്ട് ബൈക്ക് ഒരു യുണീക് സാധനം അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഡ്രാഗ് ബാർസ് വരുന്നുണ്ട്, എല്ലാ സീറ്റിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയുന്നുണ്ടല്ലോ. യെസ്, പിന്നെ എഞ്ചിൻ ഗാർഡ് ആക്സസറി ആയിട്ട് വരുന്നുണ്ട്. സ്ക്രീനികൾ ഹാർലിന്റെ തന്നെ പെർഫോമൻസ് പാർട്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് സ്ക്രീനികൾ. അപ്പം അതായത് ഹാർലിന്റെ വെരിയോൺ. അപ്പോൾ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഈ എക്സോസ്റ്റ് അവിടെ ഏകദേശം ഒരു 30-40 ലെവൽ റേഞ്ച് ഉണ്ടാവും. എഞ്ചിൻ ഗാർഡ് പറയാന്നുണ്ടെങ്കിൽ ഇത് സാധാരണ എഞ്ചിൻ ഗാർഡ് ആണല്ലോ. ഇത് 18,000 രൂപ വരുന്നുണ്ട്, 18,000 രൂപ വരുന്നുണ്ട്. സാധാരണ നമുക്ക് റോയൽ എൻഫീൽഡ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 4,000-3,000 രൂപക്ക് അല്ലെങ്കിൽ 2,000 രൂപക്ക് വരെ കിട്ടുന്ന സാധനമാണ്. ഹാർലി ആകുമ്പോൾ അതിന്റെ ഒരു പ്രീമിയം, അതിന്റെ ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി ഉണ്ടാവും. അത്രയും വെയിറ്റുള്ള ഒരു വണ്ടി വീണ് കഴിഞ്ഞാൽ അതാ നിൽക്കുന്ന ഫോം കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ വണ്ടി എടുക്കുന്നവർക്ക് ഒരു, അതായത് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവരൊരു ധൈര്യം തരുന്ന ഒരു സംഭവം കൂടി ഉണ്ട് നമ്മുടെ. തീർച്ചയായിട്ടും. അതായത് ഈ യൂസ് ബൈക്ക് വാങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പേടിയാണുള്ളത്, പണി കിട്ടോ, കൊണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ അതുപോലെ കുറെ ആളുകൾക്ക് ചിലപ്പോൾ ഇതിനെ പറ്റി അറിഞ്ഞുകൊള്ളുന്നില്ല. ഒരു ഡ്രീമിന്റെ പുറത്ത് വണ്ടി എടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അതിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ നിങ്ങൾ ഇപ്പൊ 3rd or 4th വീഡിയോ നമ്മൾ കൊലാബ് ചെയ്യും. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെഡി ടു റൈഡ് കണ്ടീഷൻ ബൈക്സ് മാത്രമേ കൊടുക്കുള്ളൂ. അത് നിങ്ങൾ ഇല്ല കോസ്റ്റ് കുറച്ചൊന്നും ഇത് വേണ്ട പറഞ്ഞില്ല. നമ്മൾ റെഡി ടു റൈഡ് കണ്ടീഷൻ ബൈക്സ് മാത്രം തരും. നിങ്ങൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം, നിങ്ങൾ മെക്കാനിക്കിനെ കൊണ്ടുവരാം, ഷോറൂം കൊണ്ടുപോകാം, ഓൾ അപ് ടു യു. മെക്കാനിക്കലി പെർഫെക്റ്റ് കണ്ടീഷൻ ബൈക്സ് ആണ് നമ്മൾ ഡെലിവറി. അതായത് ഒരു ബ്രാൻഡ് ന്യൂ വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ എത്രത്തോളം ധൈര്യത്തിൽ നമുക്ക് ഇറക്കാം, ആ ഒരു ധൈര്യത്തിൽ അത് നമുക്ക് മാക്സിമം ഓരോ ബൈക്കും ഓരോ പോലെ ആയിരിക്കും. പക്ഷേ മാക്സിമം എത്ര ചെയ്യാൻ പറ്റും. മേ ബി എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തു ഇമ്മീഡിയറ്റ് റെക്ടിഫിക്കേഷൻ. അത് നിങ്ങളിപ്പം എത്ര വലിയ വർക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പ്രൈസ് നമ്മൾ ചെയ്യും, അതിൽ വേറെ വർത്താനമില്ല.
അതാണ് നമ്മൾ ആ കോൺഫിഡൻസ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. പ്ലസ് അതല്ലാണ്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് 2 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടി പറഞ്ഞോളി. അത് പതുക്കെ നമുക്ക് നെക്സ്റ്റ് സർപ്രൈസ് ആണ്. വളരെ യൂണിക് ഒരു സംഭവമാണ്. ഇതിന്റെ പ്രൈസ് ഏകദേശം എങ്ങനെ വരുന്നു? ഇത് ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. 23,000 കിലോമീറ്ററുടെ വണ്ടിയാണ്. നമ്മൾ 4.99 ആസ്ക് ചെയ്യുന്നത്. പ്രൈസ് അഗൈൻ നെഗോഷ്യബിൾ. പൾബറിന്റെ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡിസ്കൗണ്ട് ഉണ്ട്. പൾബർ എന്നുള്ള പേര് പറഞ്ഞാൽ മതി. വേറെ എന്താ വെച്ചാല് നമ്മൾ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഔട്ട് ചെയ്തത്. അതേപോലെ തന്നെ കൊളാബ് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമ്മളെ വീഡിയോ ഉണ്ടാവും. പിന്നെ നമ്മൾ ഗിവേഴ്സ് ഇനി വരാണ്ട്, നിലവിൽ ഗിവേ ചെയ്തതുണ്ട്. അതിന്റെയൊക്കെ അപ്ഡേഷൻ കാണാമെങ്കിൽ റൈഡേഴ്സ് കാർട്ടിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സൗരഭ് ബ്രോ നിങ്ങൾക്ക് വിളിക്കാം. വണ്ടി A to Z, അതായത് സൂപ്പർ ബൈക്ക് ആണെങ്കിലും ഇപ്പൊ ഒരു GT ആണെങ്കിലും എന്താണെങ്കിലും ബൈക്ക് അല്ലെങ്കിൽ വണ്ടി ഭ്രാന്തന്മാർ ആരാണെങ്കിലും സൗരഭ് ബ്രോനെ വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പിനും ആണെങ്കിലും സെറ്റാക്കാം. അതാണ് നമുക്ക് വേണ്ടത്. സൂപ്പർ ബൈക്കിനെ പറ്റി ഒരു ഡൗട്ടും ഇനി നിങ്ങൾക്ക് ഉണ്ടാവരുത്. കാരണം അത് ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ വരാൻ പോകുന്നത് കേട്ടോ. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മളെ വീഡിയോ. സൂപ്പർ ബൈക്ക് ഉപയോഗിക്കുന്നവർക്ക് മാത്രമായിട്ടല്ല, എല്ലാവർക്കും സൂപ്പർ ബൈക്ക് എടുക്കണം. എല്ലാവരും സൂപ്പർ ബൈക്ക് എടുക്കട്ടെ അല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടി ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് സൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യത്തിൽ ഉള്ളിൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ 4 ഭാഗത്തും ഗ്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നത്, 3 ഭാഗത്തും ഗ്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ഇവിടെ സൈഡാക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് വണ്ടി ഓരോ വണ്ടിക്കും ഡിഫറെന്റ് സൗണ്ട് കേൾക്കാം. ഓരോ വണ്ടിയുടെ സൗണ്ട് കേൾക്കാനും അതിന്റെ ലുക്ക് കാണാനും ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ഈ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ മേ ബി ചിലപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി, ബെല്ലൈക്കൺ അമർത്തി വെച്ചോളി, ഷെയർ ചെയ്തോളി. ഈ വീഡിയോ നിങ്ങളെ വണ്ടി ഭ്രാന്തനായിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളി കേട്ടോ. ഓക്കെ, നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. മോനെ ഓക്കെ, യെസ്. പക്ഷേ ഈ വണ്ടി നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത പോലെ അല്ല കേട്ടോ. ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണെന്നുള്ളത്? അതായത് ഇതാണ്ടോ സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എക്സോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് അർത്ഥം അല്ലേ? ഓക്കെ, നമ്മൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ആ ബൈക്കും ഈ ബൈക്കും സെയിം ബൈക്കാണ്. ഇയറും കിലോമീറ്ററും ഓണർഷിപ്പും വരെ ഫസ്റ്റ് ഓണർ ആണ്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2017 മോഡലാണ്. ഇത് സ്റ്റോക്ക് എക്സോസ്റ്റ് വരുന്നത്. കമ്പനിയിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് ഉള്ള കൂടുതൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും വന്നിട്ടില്ല. ഇതിനാകെ ക്രാഷ് ഗാർഡ് തന്നെ വന്നു. അതും ആ സെയിം നമ്മൾ പറഞ്ഞ സെയിം വണ്ടിയിലുള്ള അതേപോലെ തന്നെയാണ്. നമ്മളെ ഈ വണ്ടിയുടെ ഒരു ഗ്രേ കളർ ടച്ചാണ് വരുന്നത്. ടയറിലേക്ക് നോക്കുകയാണെങ്കിലും വണ്ടിന്റെ മൊത്തത്തിൽ ഓൾറൗണ്ട് ലുക്ക് സെറ്റ് ആണ്. ആ ബൈക്ക് പെർട്ടിക്കുലർ ബൈക്ക് വരാന്നുണ്ടെങ്കിൽ അതിന് ബ്രാൻഡ് ന്യൂ ടയർ സെറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ വേറെ ടയർ പാർട്സ് ആണ് ലൈക് സൂപ്പർ ബൈക്കിന്റെ ഒരു മെയിൻ്റനൻസ് ഒരു എക്സ്പെൻസീവ് സൈഡ് എന്ന് പറയുന്നത്. വേറെ തേയ്മാനം വരുന്ന പാർട്സ്, ടയർ, ബ്രേക്ക് പാഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് അക്രോസ് ദ ലൈനപ്പ് നമ്മളതിൽ 100 ബൈക്ക് ഉണ്ടോ, 10 ബൈക്ക് ഉണ്ടോ, 5 ബൈക്ക് ഉണ്ടോ എന്നല്ല, എല്ലാത്തിനും മിനിമം 50% ഉണ്ടാവുന്ന ഗ്യാരണ്ടി. അതിപ്പോ ലൈനർ ആണെങ്കിലും അതിന്റെ ടയർ ആണെങ്കിലും എന്ത് സ്പെയറിലാണ് ഈ തേയ്മാനം വരുന്ന പാർട്സ് ഉണ്ടല്ലോ അതൊക്കെ. കാരണം നമ്മൾ റീഫർബിഷ് ചെയ്തിട്ടാണ് ബൈക്സ് കൊടുക്കുന്നത്. നമ്മൾ നേരെ എടുക്കുന്നു, ബേസിക് കാര്യങ്ങൾ ചെയ്ത് നേരെ കണ്ട് കൊടുക്കല് ചെയ്യുന്നത്. നമ്മൾ ആ ബൈക്ക് മാക്സിമം സ്റ്റഡി ചെയ്തിട്ട് ഞാൻ തന്നെ പേഴ്സണലി പോകുന്നതും പഠിച്ചിട്ട് നമുക്ക് എത്രത്തോളം അടിപൊളിക്ക് കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലാണ് കൊടുക്കുന്നത്. വണ്ടി പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്? ഞാൻ പേഴ്സണലി പോയിട്ടാണ് പോയിട്ട്. നമ്മുടെ സ്റ്റാഫും ഇവരൊക്കെ ഈ ഫ്ലോർ ആണ് മാനേജ് ചെയ്യുന്നുണ്ടാവും. വണ്ടി എടുക്കുമ്പോൾ അത് നല്ല കൂടുതൽ അതിനെ പറ്റി അറിയണമല്ലോ അല്ലേ? അതായത് ഏകദേശം മൂപ്പര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ കിടക്കുന്ന Iron 83, അതായത് ഗ്രേ കളർ ടച്ച് വരുന്ന ആ ഒരു ബ്ലാക്ക് വണ്ടി Iron 83 ശേഷം 65,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട് മൂപ്പര്. പിന്നെ ടോട്ടൽ സൂപ്പർ ബൈക്ക് എടുക്കാൻ ഏകദേശം 1,00,000 കിലോമീറ്റർ മേലെ ഓടിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. അതായത് വണ്ടി ഭ്രാന്തനാണ്. വണ്ടിനെ പറ്റി A to Z ഓടിച്ചും ഇതിനെ പറ്റി പഠിച്ചും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മൂപ്പരെ വിളിക്കാം. അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇതിന്റെ പ്രൈസ് ആണ് നമുക്ക് ഇനി പറയാം. ഇതും അഗൈൻ 4.99 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ബട്ട് പ്രൈസസ് നെഗോഷ്യബിൾ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടുവരികയാണെന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേര് അൽബർ എന്നുള്ള പേര് അതാണ്. അവിടെ പെർട്ടിക്കുലർ ബൈക്ക് നോക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ടയർ ബ്രാൻഡ് ന്യൂ ടയർ 50% ചോട വന്നിട്ട് നമ്മൾ ഇമീഡിയറ്റ് റിപ്ലേസ്മെന്റ് ചെയ്തു. ബ്രേക്ക് പാഡ് പുതിയതാണ്. ഫുൾ എടുക്കുക, ഓടിക്കുക. പിന്നെ ഒരു സ്കീം കൂടി ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഇനി ഒരു സൂപ്പർ ബൈക്കുള്ള ഒരാളാണോ, നിങ്ങൾക്ക് ഒരു സ്കീം കൂടി തരുന്നുണ്ട്. അത് ആ ഒരു വണ്ടി കൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ ബൈക്കിനും നമുക്ക് ഓരോ പോയിന്റ് നമുക്ക് ആഡ് ചെയ്ത് തരാം കേട്ടോ. കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ ഈ ലൊക്കേഷനൊക്കെ ഒന്ന് ശരിക്കും നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി വണ്ടി കുറച്ചുകൂടി ഇങ്ങോട്ട് എടുക്കാം അല്ലേ? അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് Iron 83 ആണ്. അതായത് യെല്ലോ കളറും അതുപോലെ തന്നെ നമ്മളെ സൗരഭ് ബ്രോയുടെ വണ്ടി അല്ലേ? അതെ. നമുക്ക് ഈ രണ്ട് വണ്ടിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു. ഇതിപ്പോ നമ്മളിവിടെ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിലുള്ള ബൈക്ക് അല്ലാതെ എന്റെ പേഴ്സണൽ ബൈക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ ഹാർലി പറയുന്ന കമ്പനി ഒരു ബേസ് ബൈക്ക് വരുന്നു. പിന്നെ നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള രീതിയിൽ ബൈക്ക് ബിൽഡ് ചെയ്തെടുക്കാം. അത്
ചെറിയ ചെറിയ ആക്സസറീസ് എല്ലാം എവറി നട്ട് ആൻഡ് ബോൾട്ടിന്റെ ഹാർലി അത് ക്വാളിറ്റിയിൽ അല്ലേ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ബൈക്ക് പറയാം, അതാണ് സെയിലുള്ള ബൈക്ക്. ഓക്കെ, എന്നിട്ട് ഇത് എന്റെ ഒരു പേഴ്സണൽ ബൈക്കാണല്ലോ, അപ്പൊ നമ്മുടെ പേഴ്സണൽ പ്രൊജക്ട് പോലെ ഞാൻ ആക്കി എടുത്ത് മാറ്റിയതാണ്. നമുക്ക് ഈ വണ്ടിയെ പറ്റി പറയാം. ഇതാണ് 2019 മോഡൽ ഹാർലി ഡേവിഡ്സൺ അയൺ 883. നമ്മൾ സ്പോർട്സ്റ്റർ സീരീസിൽ വളരെ ഒരു ഫേമസ് ആയ ഒരു എവർഗ്രീൻ മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അയൺ 83 48. സോ ഇത് ഒരു സ്പെഷ്യൽ കളറാണ് വരുന്നത്, 2019 മാത്രം വന്നിട്ടേ ഉള്ളൂ. യെല്ലോ നമുക്ക് പറയാം, പക്ഷേ ഗോൾഡ് ഡെനിം ഇസ് ദ നെയിം ഇഫ് ഐ ആം റൈറ്റ്. ഗോൾഡ് ഡെനിം എന്ന കളർ എന്ന് പറയുന്നത് ഒരു മാറ്റ് ഫിനിഷ് യെല്ലോ കളറാണ്. ഭയങ്കര ഒരു സ്പെഷ്യൽ യൂണീക്ക്, ഒരു റോഡിലൊക്കെ പോകുമ്പോൾ നല്ലൊരു പ്രസൻസ് വരുന്ന ഒരു കളറാണ്. ഓക്കെ, ഈ ഒരു വണ്ടിയിൽ ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴേ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള കളർ പോയിന്റ് ഉണ്ട്. ഇതൊക്കെ എന്താണ് ക്ലിയർ ആകുന്നത്? നമ്മൾ ടച്ചപ്പ് ഇത് വന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിയർ സീറ്റ് വെക്കുമല്ലോ, സീറ്റ് വെക്കുമ്പോൾ ഹാർലിക്കൊക്കെ അതേപോലെ തന്നെ പഴയ സ്റ്റൈലല്ലേ ഇവിടെ വെച്ചിട്ട് ഇത് റബ്ബ് ചെയ്തിട്ട് വരുന്നത്. അപ്പൊ നമ്മളിത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈഡ് ചെയ്തിട്ട് ഇങ്ങനെ സാധനം യൂസ്വലി വെക്കാറില്ല നമ്മൾ. ഇപ്പൊ ഒരു ബ്ലാക്ക് പാർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് പാർട്ട് ഫുൾ പെയിന്റ് അടിച്ച് വെക്കും, കാരണം അതല്ല ഇത് പെയിന്റ് ആണല്ലോ. പെയിന്റഡ് ബോഡി പാർട്ട് നമ്മൾ അങ്ങനെ വെച്ചിട്ട് ചില കസ്റ്റമേഴ്സ് അവർക്ക് എങ്ങനെ വേണോ അങ്ങനെ കിട്ടണം, അതായത് സ്റ്റോക്ക് കണ്ടീഷനിൽ കിട്ടണം. അതെ, പിന്നെ നമ്മൾ പൊട്ടിയിട്ട് പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് പിന്നെ നമ്മൾ കവറപ്പ് ചെയ്യുന്ന പോലെ ആയിരിക്കുമല്ലോ. ഇത് അവർ വേണമെങ്കിൽ കസ്റ്റമേഴ്സിന്റെ യൂസിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അവർ വന്നിട്ട് ഇപ്പൊ ഈ ബൈക്ക് കാണുന്നു, പിന്നെ അവര് അതായത് ഓരോരുത്തർ ഓരോ മൈൻഡാണ്, മനസ്സിലായി. അപ്പൊ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒബിയസ്ലി ചെയ്ത് വെക്കണം എന്നാണ് എന്റെ ഒരു ഇത്. പക്ഷെ ഇല്ല ഞങ്ങൾ ടച്ചപ്പ് ചെയ്ത് വെച്ചാന്നുള്ള ചിലപ്പോൾ അങ്ങനത്തെ പ്രശ്നം വരും. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നത്, മെക്കാനിക്കലി റെഡിയാക്കും, വണ്ടി നല്ല ക്വാളിറ്റിയിൽ കണ്ടിന്നാൽ തന്നെ മനസ്സിലാവില്ല, വൃത്തിയാക്കി വെക്കും. പിന്നെ കസ്റ്റമറിന് എന്താ വേണ്ടതോ അത് നമ്മൾ ചെയ്തു കൊടുക്കും. അതെ, ഓക്കെ. നമുക്ക് ഈ വണ്ടിന്റെ ആസ്കിംഗ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് 2000 ഞാൻ പറഞ്ഞ പോലെ തന്നെ 2019 മോഡലാണ്, 7000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. നമ്മൾ 8.9 ലാക്ക് ആസ്ക് ചെയ്യുന്നത്. 8.9 ലാക്ക് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സൗരഭ് ബ്രോന്റെ വണ്ടിയിലേക്ക് വരുമ്പോൾ ആ വണ്ടിയിൽ എന്തെല്ലാം മാറ്റമാണ്? എന്റെ പേഴ്സണൽ പുലിക്കുട്ടി. ഉണ്ടോ നമ്മളെ ട്രക്കുകളിലൊക്കെ വരുന്നത് അതേപോലെ നല്ല ഒരു. ഇത് ബേസിക്കലി 2017 മോഡൽ അയൺ 83 ആണ്. ഞാൻ ആ സമയത്ത് ഫ്രഷ് എടുത്തായിരുന്നു. ടോട്ടൽ ഇപ്പോൾ 65,000 ഓടിയിട്ടുണ്ട്. കുറവാണ്, കാരണം ഈ അടുത്തായിട്ട് കുറച്ച് ഞാൻ ഓടിക്കൽ കുറവാ, അല്ലെങ്കിൽ ഒരു എന്തായാലും 1 ലാഖ് ഒക്കെ കിടന്നുണ്ടാവും. അല്ല, ഈ അടുത്തായിട്ട് ഇപ്പൊ ഒരു കാറൊക്കെ സ്വന്തമായിട്ട് വാങ്ങിയെന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞതിൽ ഞാനൊന്ന് കാർ ഓടിക്കൂല, ഞാൻ വണ്ടി ഭ്രാന്ത ബൈക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരാളെന്ന് പറഞ്ഞ ആള് ഞാൻ വന്നപ്പോൾ ഉണ്ടോ i20 ഞാൻ എടുത്താണ്, ഞാൻ ഓടിക്കാനും പഠിച്ചു. ഒരു അഭിമാനത്തോട് കൂടി എന്നോട് പറയുന്ന പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ, അതായത് ഒന്ന് സാധനങ്ങൾ കൊണ്ടുപോകണം, അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ജസ്റ്റ് വാങ്ങി. പക്ഷെ എനിക്കിപ്പോഴും ഇതേപോലെ കാറും ബൈക്കും ഓടിക്കുന്നതിന് ഇഷ്ടം. സോറി, ബൈക്കും സ്കൂട്ടറും കാർ ആവശ്യത്തിന് മാത്രം എടുക്കാം. ഒരു i20 N-Line, അതും ഇപ്പോൾ ഫുൾ ബൈക്ക് ഓടിക്കുന്ന സൂപ്പർ ബൈക്ക് ഓടിക്കുന്ന നമുക്ക് ഈ പെർട്ടിക്കുലർ ബൈക്ക് പറയാന്നുണ്ടെങ്കിൽ ഇത് കണ്ടത് സ്റ്റോക്ക് ആയി 93. ഇതിലേക്ക് സോറി ഞാൻ ആക്സസറീസ് പറയാൻ വിട്ടുപോയി. കംപ്ലീറ്റ്ലി സ്റ്റോക്ക്. എഞ്ചിൻ കാർഡ് മാത്രമേ ഉള്ളൂ, ഹാർലിന്റെ ആണ്. ഇതും 18,000 20,000 രൂപ വരുന്നത്. അപ്പൊ ഇതും ഇതേപോലെ തന്നെ ആയിരുന്നു, ഞാൻ ഷോറൂമിൽ ഇറക്കിയപ്പോൾ ആക്കി ഇതേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് നമ്മളുടെ ടേസ്റ്റ്, നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ ബൈക്ക് ചെയ്യല്ലോ. അപ്പം എനിക്ക് ഇതിന് എ ബാർ എന്നാ പറയാ. അതായത് നമ്മൾ ഇങ്ങനെയല്ല സാധാ ബൈക്ക്, ഇതൊരു ഇങ്ങനത്തെ ഒരു മാഫിയ ഒരു സ്റ്റാൻസ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഫീലാണ്, അല്ലാണ്ട് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നില്ലത്, ഒരു ലുക്കിന് വേണ്ടിയിട്ട് ചെയ്യാം, ചോപ്പർ ലുക്ക് എന്നൊക്കെ പറയും. റൈറ്റ്. സോ ഇത് ചെയ്തിട്ടുണ്ട്. ഇതും പ്ലസ് ഈ വയറിംഗ് കിറ്റ് ഒക്കെ ഇതിന് എക്സ്റ്റെൻഡ് ചെയ്യണം, അത് സെപ്പറേറ്റ് വരുന്നതാണ്. പിന്നെ ഇത് സ്ക്രീനികളുടെ ഹെവി ബ്രീത്തർ പറയും. ഇത് പെർഫോമൻസ് എയർ ഫിൽറ്റർ ആണ്, നമ്മുടെ അതെ വലിച്ചെടുക്കാൻ വേണ്ടി അതിനനുസരിച്ച് പോവുകയും ചെയ്യും. പിന്നെ ഇത് ഒരു ലുക്കും കൂടിയാണ്. നമുക്ക് ഇതെന്താ സംഭവം, ഇത് എന്താന്നൊക്കെ സൗണ്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ട് കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അയൺ 83 സൗണ്ട്. ഇത് സ്റ്റേജ് 1 ആണ് ഇങ്ങനെ പറയാം. അതായത് ബേസിക്കലി എയർ ഫിൽറ്റർ ഉണ്ട്, പിന്നെ ഇത് ഫുൾ സിസ്റ്റം വാൻസൺ 9 എക്സോസ്റ്റ്. ഇത് ഇതേപോലെ തന്നെ ഓടിയിട്ട് ചൂട് കൂടിയിട്ട് പിന്നെ അങ്ങനെയാണല്ലോ പോകുന്നത്. തീ വരും. അതെ, തീ വരും ചെയ്യും. പ്ലസ് അപ്പൊ ഇതിന്റെ കോട്ടിങ് പോയതാണ്. പേഴ്സണൽ ബൈക്ക് ആയതുകൊണ്ട് എനിക്കൊരു മെറ്റാലിക് ഫിനിഷ് ഇഷ്ടപ്പെട്ടും ചെയ്തു, അപ്പൊ ഞാൻ അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇതിൽ ട്യൂണർ ഉണ്ട്, വാൻസൺ 9 ട്യൂണർ. ഒരു പഴയ നോക്കിയ ഫോണിന്റെ വലുപ്പമുള്ള 57,000 രൂപ. ഈ എക്സോസ്റ്റും ഈ സ്പോർട്സറിന്റെ പഴയ ഇതിപ്പോ നിർത്തി, പഴയ എക്സോസ്റ്റ് ആണ് ഇത്. ഇതിലുള്ളതിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് റേറ്റും കൂടി 1,00,000 രൂപേന്റെ മേലെ അപ്പ് ഉണ്ടായിരുന്നു എക്സോസ്റ്റിന്. ഇപ്പം പ്രൊഡക്ഷൻ നിർത്തി. ഇപ്പൊ എല്ലാ എക്സോസ്റ്റിന്റെ റേറ്റ് ഷോർട്ട്സ് ആയാലും 40 നമ്മൾ കാണിക്കുക, അതൊക്കെ 1 ലാഖ് പ്ലസ് പോയി. ആ സമയത്തൊക്കെ അത് 60,000 ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ നോക്കും. നിങ്ങൾ ഓ, ഇതിലിരിക്കാൻ തന്നെ ഒരു പ്രത്യേക അല്ലേ, ഇതൊരു ക്രൂയിസ് ടൈപ്പ് അല്ലേ? അതെ, ഒരു പ്രത്യേക രസം. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു വിൻഡൊക്കെ നല്ലോണം അടിച്ചിട്ട് ഒരു പ്രത്യേക വേറൊരു മൂഡ് അല്ലേ, ഓരോ മൂഡാണല്ലോ. അതെ. ഓക്കെ. പിന്നെ ഒരു വലിയൊരു കാര്യം പറയാൻ, ഈ ക്ലച്ച് പിടിച്ചു നോക്ക്. ഇത് സ്ക്രീനികളുടെ പെർഫോമൻസ് ക്ലച്ച്. ഇത് ക്ലച്ച് ജസ്റ്റ് വിട്ടാൽ തന്നെ വണ്ടി ചാടും. നിങ്ങൾ ഓൺ ചെയ്ത് നോക്കാം, കാണാൻ പറ്റും. ഒന്ന് വെറുതെ
ക്ലച്ച് ഒന്ന് ഇങ്ങനെ വിട്ടോക്ക്. അത് ക്ലച്ച് ഭയങ്കര പവർ. അതെ, മറ്റൊരു സ്മൂത്ത് ഉണ്ടാവലുണ്ട്. അത് അത്രയും പെർഫോമൻസ് ഉള്ള ഒരു ക്ലച്ചാ. ക്ലച്ചിന് തന്നെ ഒരു പവർ വരാണ്ട്. ഓക്കെ റോഡിൽ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. കൂടി വരിക, കൂടി വരുന്നുണ്ടോ? അതാണ് സെറ്റിലാവും. നേരിട്ട് ക്ലച്ച് വിട്ടോക്ക്. നേരിടാം. ക്ലച്ച് വിടുമ്പോത്തിന് വണ്ടി ഇങ്ങനെ മൂവ് ആയി പോട്. വണ്ടി മൂവ് ആവുന്നല്ല, നോക്ക് ബാക്ക്. ബാക്ക് വീല് കറങ്ങുന്നുണ്ടല്ലേ? അവിടെ ഗ്രിപ്പ് കിട്ടാത്തോണ്ടാ. ഗ്രിപ്പ് കിട്ടാത്തോണ്ടാണല്ലേ? വിഡിലും വണ്ടി ചളി സ്മോക്ക് പിന്നെ വരുന്നത് വെച്ചാൽ വണ്ടി കത്തല്ല ഗൈസ്. അത് നമ്മൾ എന്താ വെച്ചാൽ ഇത് സർവീസ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചിട്ടുള്ളൂ. അതെ, വെള്ളത്തിന്റെ അംശം കണ്ടു ഇവിടെ. അതെ, അപ്പൊ അതിന്റെ ഒരു ഇതാണ് സ്മോക്ക് എത്തുന്നത് ഇവിടെ. നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് വെച്ചുകൊണ്ട് ഈ ഡീറ്റെയിൽ ചെയ്ത വണ്ടികൾ ഓൺ ചെയ്യുമ്പോൾ ഇതേപോലെ സ്മോക്ക് വരും. അത് പക്ഷേ ഒരു 1 മിനിറ്റിനുള്ളിൽ പിന്നെ പോവുകയും ചെയ്യും. പോളിഷിന്റെ മെറ്റീരിയൽ ഉണ്ടാവും, നമ്മൾ തുടയ്ക്കും, പക്ഷെ നല്ലൊരു ഫൈൻ ലെയർ ഇത് ഉണ്ടാവുമല്ലോ, അത് ബേൺ ആവുന്നതാ. അത് എല്ലാ ബൈക്സ് എന്താ പോളിഷ് ചെയ്ത് നമ്മളൊന്ന് 1 മിനിറ്റ് 2 മിനിറ്റ് ഓൺ ചെയ്ത് വെക്കും. ഓൺ ചെയ്ത് വെക്കാത്തോണ്ട് അതെ സൗണ്ട് വേറെ ലെവലായിട്ട്. ഈ എക്സോസ്റ്റ് മാറ്റാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ കുറച്ചായി വണ്ടി എടുത്തിട്ട് അപ്പൊ ഇവിടെ I93 ചിലപ്പോ കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, നല്ല അടിപൊളി സൗണ്ട് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുണ്ടാവും. പക്ഷെ ഇത് വെച്ചിട്ട് രാത്രി വീട്ടു പോലൊക്കെ ഒരു ടാസ്ക് ആണ് കേട്ടോ, അത് വേറെ വിഷയം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇനി GT നോക്കിയാലോ. അവിടെ ഒരു വണ്ടി കൂടി ഉണ്ട്, അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. GT, അതായത് GT എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൊതുവെ എല്ലാ നോർമൽ വീഡിയോയിൽ കാണുന്നതാണ്. പക്ഷേ സൗരഭ് ബ്രോന്റെ വണ്ടിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. അതായത് കഴുകി നല്ല പോളിഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി മിന്റ് കണ്ടീഷനിൽ. അപ്പോൾ ഇതിന്റെ ഇനിയിപ്പോൾ മെയിൻ്റെനൻസ് ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നോക്കട്ടെ ഞാൻ. വെറും 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി കേട്ടോ. 6009 സെറ്റ് സാധനമാണ്. ഓ, സാധാരണ നമ്മൾ ഷോറൂമിൽ പോയിട്ട് GT ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് GT ഹെവി വെയിറ്റ് ഉള്ള ഒരു വണ്ടി പോലെ തോന്നലുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഇതിലേക്ക് ഇതെന്തൊരു CT100 എന്നുള്ളൊരു മൂഡായി മാറിയിട്ട് നമുക്ക് കാര്യം വലിയൊരു വെയിറ്റ് ഒന്നും ഇല്ലാത്ത പോലെ ഒരു ഫീൽ നമുക്ക് വരാൻ പറ്റും. ഇത് അടിപൊളിയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വണ്ടിന്റെ റേറ്റ് കാര്യങ്ങൾ, ഇതിന്റെ സ്പെക്ക് കാര്യങ്ങൾ? അല്ലെങ്കിൽ 2023 മോഡലാണ്. പറഞ്ഞ പോലെ തന്നെ ആകെ 5900 ആയിരുന്നു. നമ്മൾ ലാസ്റ്റ് ഒരു ഫൈനൽ റണ്ണിന് കൊണ്ടുപോയപ്പോൾ 6000ലേക്ക് ചാടിയതാണ്. ഓക്കെ, റൈറ്റ്, ഫസ്റ്റ് ഓണർഷിപ്പ്. അത് കിലോമീറ്റർ വളരെ നിസ്സാര കിലോമീറ്റർ. എല്ലാ GT സെഗ്മെന്റ് വരുന്ന അങ്ങനത്തെ വണ്ടികളോ ഇന്റർസെപ്റ്റർ ഉണ്ട്. നമ്മൾ ആക്ച്വലി 650cc ആൻഡ് അബവ് ഉള്ള ബൈക്സ് ആണ് മെയിൻലി ചെയ്യുന്നത്. മെയിൻലി നമ്മൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൽ നമ്മൾ ഇമ്പോർട്ട് ബൈക്സ് ആയിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇമ്പോർട്ടഡ് ബ്രാൻഡ്സ് ഉണ്ടല്ലോ, ഫോറിൻ ബ്രാൻഡ്സ്. അപ്പോൾ ഇതിന് കുറേ ആൾക്കാർ ഇങ്ങനെ എൻക്വയറി ചെയ്യുന്നുണ്ട് GT ഇന്റർസെപ്റ്റർ. അപ്പം അതായത് അവർക്കൊരു വണ്ടി വാങ്ങാനുള്ള മോഹത്തോടെ നമ്മളടുത്ത് വരുമ്പോൾ നമ്മളില്ല, വണ്ടി സ്റ്റോക്ക് ഇല്ല, നമ്മൾ ചെയ്യില്ല എന്ന് പറയും, ഒരു റൈറ്റ് ആയി ഫീൽ ചെയ്തില്ല. അപ്പോൾ നമ്മളിത് സ്ലോലി വളരെ ചെറിയ യൂണിറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഏതും ആണെങ്കിൽ സെറ്റ് ആകാം. തീർച്ചയായും. പക്ഷെ നമ്മൾ ഇതേപോലെ തന്നെ വളരെ ലോ കിലോമീറ്ററും അല്ലെങ്കിൽ ഇയർ കൂടിയ നീറ്റ് ആൻഡ് ക്ലീൻ ബൈക്സ് മാത്രമേ ഇത് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ ഇന്റർസെപ്റ്ററും കോണ്ടിനെന്റൽ GT നമുക്ക് കോമൺലി അവൈലബിൾ ആണല്ലോ, അതിൽ തന്നെ പ്രീമിയം ക്ലാസ് ബൈക്സ് മാത്രമേ നമ്മൾ ചെയ്യാനുള്ള പ്ലാൻ അല്ലേ. പിന്നെ ഹാർലി അതുപോലെ തന്നെ ഇങ്ങനത്തെ BM അല്ലെങ്കിൽ സൂപ്പർ ബൈക്കിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ ഓണർഷിപ്പ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ കൂടുതലുള്ളതും ഉണ്ടാവും, പക്ഷെ ഉപയോഗം കുറവായിരിക്കും. അതാണ് സൂപ്പർ ബൈക്കിലേക്ക് വരുമ്പോൾ അല്ലേ. അതായത് ഓണർഷിപ്പിന് കൂടിയാലും ഉപയോഗം കുറവായിരിക്കും അധിക വണ്ടികളും. അതങ്ങനെ സൗരഭ്രോ പിരാന്തുള്ള ആൾക്കാർ ആരും ഇല്ല. കിലോമീറ്റർ കണക്കിന് സൂപ്പർ ബൈക്ക് ഓടുന്ന ആളുകൾ പൊതുവെ റയർ ആയിട്ടുള്ള കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഓടുന്നതല്ല, അതും ഒരു ലിമിറ്റഡ് ആയിട്ട് മാക്സിമം എന്തായാലും ഒരു സൂപ്പർ ബൈക്ക് എടുക്കാനൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ 10,000 അല്ലെങ്കിൽ അതിന് താഴെ കിലോമീറ്റർ റൺ ചെയ്തിട്ട് 10, 15, 20 അതാണ് യൂഷ്വലി ഒരു മാർക്കറ്റിൽ കാണുന്ന കിലോമീറ്റർ. മറ്റുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ 50, 60 കഴിഞ്ഞിട്ടുണ്ടാവും ആ ഒരു ടൈം ആകുമ്പോഴേക്കും. എന്തായാലും നമുക്കിനി BMW ഉണ്ട്. നമുക്ക് BMW ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്താലോ. ഇത് നമുക്ക് ഫോബാണ് വരുന്നത് കേട്ടോ. BMW ഒരു കീ വരുന്നുണ്ട്, നമുക്ക് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത് ഇതിന്റെ ഈ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സിനെ പറ്റി ആണെങ്കിൽ ഒരുപാടുണ്ട്. സൗരഭ് ബ്രോ, ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. ഇത് എന്റെ ഇപ്പം ഇവിടെ ചായ ഇവിടെ വെച്ചിട്ട് രണ്ടാമത്തെ വേറെ വണ്ടിയിലേക്ക് പോകേണ്ടി വരും. അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാം. അതിന് മുന്നേ നമുക്ക് ഇന്റർസെപ്റ്ററും കൂടി ഉണ്ട്. ഇന്റർസെപ്റ്റർ നമുക്ക് പുറത്തേക്ക് എടുത്താലോ. ഓ, സെറ്റല്ലേ? എങ്ങനെയുണ്ട് ഈ ബൈക്കിന്റെ ഒരു ഫീൽ? ഒരു ബ്രാൻഡ് ന്യൂ ബൈക്ക് പോലെ തന്നെ അല്ലേ ശരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പൊ ആ GT ഒക്കെ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, ഇതിന് ഒരു ഫിംഗർ വരെ കൊടുങ്ങാത്ത അത്രയും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. ഏത് കാര്യത്തിലാണെങ്കിലും
ടയറിലാണെങ്കിലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വണ്ടി നമ്മളെ റണ്ണിങ് കിലോമീറ്റർ എത്രയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കണ്ടോ, വെറും 4490 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടിയാണെങ്കിൽ ഓടിയിട്ടുള്ളൂ. അല്ലേ? ട്രിപ്പാണോ? അല്ല, 4490. അത്രേ ഉള്ളൂ. ആ, അത് ട്രിപ്പും അത് തന്നെയാണ്. ട്രിപ്പ് 4488. ട്രിപ്പ് ശേഷം ഈ വണ്ടി പർച്ചേസ് ചെയ്ത ആളെ ഒരു 2 കിലോമീറ്റർ ഞാൻ 4600 700 അങ്ങനെ വിചാരിച്ചേ. അത് ശരി, ഒന്ന് കണ്ടിന്യൂ ചെയ്തോളൂ. അതെ, കയ്യത്തെ ഷോക്ക് അടിച്ചത് എവിടുന്ന്? അല്ല, എവിടെന്നോ ഉള്ളുന്നൊരു ഇന്റർസെപ്റ്റർ ഷോക്ക് അടിപ്പിച്ചോ. ഓക്കെ, നമുക്ക് ഈ ഒരു വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? ഇത് 2024 മോഡലാണ്. ഒരു കൊല്ലം ആയിട്ടുണ്ടോ ഡൗട്ട് ഉണ്ടോ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 4400 സംതിങ്. അതെ, 4500 ഓട്ടിക്കോ. 4500 കിലോമീറ്റർ ഓടിയ വണ്ടിയുള്ളൂ. അഗൈൻ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇത് പുതിയതാണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. അത് ബൈക്കിന്റെ കണ്ടീഷൻ നിങ്ങൾ നേരിട്ട് വന്നിട്ട് ബൈക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ചോദിക്കുന്നത് ഇത് 3.8 ലാഖ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. അണ്ടർ വാറന്റി, റെഡി ടു റൈഡ് കണ്ടീഷൻ ബൈക്ക്. ആക്സസറി പറയാനായിട്ട് ഈ വിൻസ്ക്രീൻ ഉണ്ട്, റോയൽ ഫീൽഡ് എഞ്ചിൻ ഗാർഡ് ഉണ്ട്, രണ്ടും ഒറിജിനൽ റോയൽ ഫീൽഡ് കണ്ടീഷൻ. അതെ, ഒരു സ്ക്രാച്ച് പോലും ഇല്ല. പിന്നെ ഇതില് ഇപ്പോഴും ഈ ബൈക്സ് ആക്ച്വലി സ്റ്റഡി ചെയ്തുകൊണ്ട് വരികയാണ്. സോ ഐ തിങ്ക് ഇത് ടോപ്പ് എൻഡ് മോഡലാണ് അലോയ് വീൽസ് വരുന്നത്. മറ്റേ സ്പോക്ക് അല്ലേ വരാറ്. ഇതിന് അലോയ് വീലാണ് വരുന്നത്. പിന്നെ ഈ ബ്ലാക്ക് ഔട്ട് വേർഷൻ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ഇതാണല്ലോ. അതെ. ഇപ്പൊ നമ്മളെ ഇതാണോ GT കണ്ടോ, ഈ ഒരു ടൈപ്പാണ് നമ്മളെ ഇന്റർസെപ്റ്റർ ആണെങ്കിലും വരുന്നത്. യെസ്, അതുപോലെ തന്നെ നമ്മളെ സൗരഭ് ബ്രോ കൊണ്ടുവച്ച നമ്മളെ ഡുഗാട്ടി, അതായത് ഒരു റയർ സാധനം തന്നെയാണെന്ന് സൗരഭ് ബ്രോ പറഞ്ഞത് അല്ലേ? അതായത് ഡുഗാറ്റി 1100 ആണത്. സോ ഇത് ബേസിക്കലി കണ്ടു കഴിഞ്ഞാൽ തന്നെ കുറെ ആൾക്കാർക്ക് മനസ്സിലാവും ഡുക്കാട്ടിന്റെ സ്ക്രാംബ്ലർ സീരീസ് ആണ്. സ്ക്രാംബ്ലർ സീരീസ് യൂഷ്വലി വരുന്നത് 800cc ആണ്. ഇതൊരു സ്പെഷ്യൽ ഒരു ഇതാണ്, കാരണം 1100cc വരുന്നുണ്ട്. അപ്പം റയർ ആയ സാധനമാണ്. എസ്പെഷ്യലി ഇത് കേരള രജിസ്റ്റേർഡ് വണ്ടിയാണ്. നമ്മൾ ഉള്ള എല്ലാ ബൈക്കും ഇപ്പോൾ ഉള്ളതിൽ കേരളം ഇതൊരു നമ്മൾ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കേരള തന്നെയായിരിക്കും. സോ ഇത് കേരളത്തിൽ വളരെ റെയറായ ഒരു ബൈക്കാണ്. കാരണം ഇതിന്റെ റേറ്റ് ഇപ്പോൾ ഓൺ റോഡ് 17 ലക്ഷം വരുന്നുണ്ട്. 17 ലക്ഷം പറയുമ്പോൾ വേറെ ബ്രാൻഡ്സ് വലിയ വലിയ മോഡൽസ് കിട്ടുമല്ലോ. അപ്പോൾ ഇത് ആൾക്കാർ ചൂസ് ചെയ്യുന്ന കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ നമുക്ക് ഒബ്വിയസ്ലി ഇത് സെക്കൻഡ്സ് ആയതുകൊണ്ട് അതിന്റെ ഡിപ്രിസിയേഷൻ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് 2021 മോഡലാണ്. 2021 മോഡൽ ഡുക്കാട്ടി സ്ക്രാംബ്ലർ 1100. എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ട്? എക്സ്ട്രാ ഫിറ്റിംഗ് ഇതിൽ ഈ ഗാർഡ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ. സൈലൻസർ ഒക്കെ സ്റ്റോക്ക് സൈലൻസർ ആണ്. ഓക്കെ. ആകെ 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അഗൈൻ റെഡി ടു റൈഡ് കണ്ടീഷൻ, സർവീസ്, ഇൻഷുറൻസ്, എവറിത്തിങ്. എടുക്കുക, ഓടിക്കുക, വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. ഓക്കെ. എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് 11.5 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് പ്രൈസ് ഇസ് ഓൾസോ നെഗോഷ്യബിൾ. പൾവറിന്റെ പേര് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് തരാൻ പറ്റും, ചെയ്ത് കൊടുക്കാം അല്ലേ? അതെ. പിന്നെ നിങ്ങൾക്ക് ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതും കൂടി ഒരു ക്ലാരിറ്റി വരുത്താണ്ട് നമ്മൾ ഫൈനാൻസ് നമ്മൾ ഏകദേശം എല്ലാ പൈസയും നമ്മൾ ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അതായത് ക്ലയന്റിന്റെ പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടാണ് എത്ര എമൗണ്ട് പാസ്. ചിലർ ചോദിക്കും ഡൗൺ പേയ്മെന്റ് എത്ര വരുന്നത്. അപ്പോൾ ഇത് ബ്രാൻഡ് ന്യൂ ബൈക്ക് പോലെയല്ല. ഇത് ഡൗൺ പേയ്മെന്റ് എത്ര വരുന്നത്, ലോൺ എത്ര പാസ് ആകുന്നത്, അതിന്റെ ബാലൻസ് നമ്മുടെ ഡൗൺ പേയ്മെന്റ്. അപ്പോൾ ലോൺ എത്ര പാസ് ആകുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലേക്ക് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പം നമ്മൾ പ്രൊസീജിയർ വളരെ സ്ട്രേറ്റ് ഫോർവേഡ്. 10% തന്നിട്ട് ബൈക്ക് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഗൈൻ നമ്മൾ ഫൈനാൻസ് ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിത്തിൻ 2 to 3 days മാക്സിമം. ഓക്കെ. ലോൺ എത്ര എമൗണ്ട് വണ്ടീൻ്റെ മേത്ത് പാസ് ആവും, നിങ്ങൾക്ക് എത്ര വണ്ടീൻ്റെ മേത്ത് എക്സ് എമൗണ്ട് ആയിരിക്കും, പിന്നെ നിങ്ങൾക്ക് എത്ര പാസ് ആവുന്നത്, ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട്. അപ്പം അങ്ങനെയായിരിക്കും അറിയാൻ പറ്റുന്നുണ്ടാവുക. ഇൻ കേസ് നിങ്ങൾക്ക് വേണ്ട എത്ര എമൗണ്ട് പാസ് ആവുന്നില്ല ആയിരിക്കോ. എക്സാമ്പിൾ പറയും, നിങ്ങൾക്ക് 5 ലക്ഷം അല്ല 3 ലക്ഷം ഡൗൺ പേയ്മെന്റ് ഉണ്ട്. പക്ഷേ ലോൺ വരുമ്പോൾ 5 ലക്ഷം ഡൗൺ പേയ്മെന്റ് വരണം. അപ്പോൾ 2 ലക്ഷം പെട്ടെന്ന് റെഡി ആക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ അഡ്വാൻസ് നിന്ന് ബുക്ക് ചെയ്തല്ലേ, ഇമ്മീഡിയറ്റ് റീഫണ്ട് ആവും. വേറെ ഒരു വർത്താനല്ല ആ കേസിലൊക്കെ. അത്രേ ഉള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന സൗരഭ് ബ്രോ ഇങ്ങോട്ട് വരും. ഇത് ഒരു റയർ സാധനമാണെന്ന് നമ്മളോട് വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അതായത് അത്രയും കസ്റ്റം ചെയ്തെടുത്ത ഒരു 48 അല്ലേ? അടിപൊളി ഒരു 48 ആണ് ഈ കാണുന്നത്. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. കാരണം എന്താ വെച്ചാൽ ഇതൊരു വെടിക്കെട്ട് സാധനമാണ്. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടാകുന്ന പേടിയുണ്ട്. ഒന്നാമത് അപ്പുറത്ത് ബാക്കിൽ ഗ്ലാസ്സാ. ഓക്കെ. ഇതേ ഒരു പടക്കം പൊട്ട, ഒരു ബോംബ് പൊട്ടുന്ന പോലെ സൗണ്ട്. എമ്മാതിരി സൗണ്ട് ഇത്. എൻ്റെ പൊന്നെ കിടിലൻ. ഇത് എന്തായാലും ചെയ്തേ
ഇത് എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയുക എവിടെ നിന്ന് തുടങ്ങുക, ഇത് നമ്മളൊരു കസ്റ്റം പ്രോജക്റ്റ്. ഞാൻ പറഞ്ഞത് നമ്മൾ സൂപ്പർ ബൈക്ക് സെയിൽസ് ആണ് ഓബിയസ്ലി നമ്മൾ മെയിൻ ബിസിനസ് അല്ലേ. ബാക്കി A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, അതായത് സ്പെയർ പാർട്സ്, ആക്സസറീസ്, മെർച്ചൻഡൈസ്, കസ്റ്റമൈസേഷൻ, ആഫ്റ്റർ സെയിൽസ് സർവീസ് എല്ലാം ഉണ്ട്. അപ്പം ഇത് കസ്റ്റമൈസേഷൻ പറയുമ്പോൾ പല രീതിയിൽ ചെയ്യാം. അപ്പോൾ 48 പറയുന്ന ഒരു ഫാൻ ഫേവറേറ്റ് വണ്ടിയാണ്, ഹാർലി ആരാധകരെ ഒരു ഭയങ്കര ഫേവറേറ്റ് വണ്ടിയാണ്. അത് ഈ ബോബർ സ്റ്റൈലാണ് 48 ഭയങ്കര ഫേമസ് ആയ ഒരു ഇതാണ്. ഭയങ്കര ചോപ്പ് ഡൗൺ ആയിട്ട് ഒരു റോ ലുക്കിലുള്ള ഒരു വണ്ടിയാണ്. അതിലേക്ക് നമ്മൾ അറൌണ്ട് 3 lakhs സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ആക്കിയെടുത്തൊരു വണ്ടിയാണ്. വർക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ വെച്ചൊരു വണ്ടി. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പം കസ്റ്റമൈസേഷൻ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഒരു ബൈക്കായിട്ട് വന്നാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് എന്ത് ടൈപ്പ് ഓഫ് നിങ്ങൾ ഗൂഗിൾ ഇമേജ് കാണിച്ചിട്ടല്ലോ, ഇപ്പോൾ പാർട്സ് ഇന്ത്യൻ സോഴ്സ് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുക, എല്ലാം A to Z നമുക്ക് ചെയ്യാൻ പറ്റുന്നല്ലോ. സോ ഇത് കുറച്ച് പറയാനുണ്ട്. നല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞാലോ. അത് തന്നെ ഇതിന്റെ കളറ്, ഈ ഒരു കളർ തന്നെ ഒരു യുണീക്കാണ്. ഇത് നമ്മളുടെ ഒരു ചെറി കാൻഡി റെഡ് ആ ഒരു ടൈപ്പ് ഓഫ് കളറാണ് ഇതിൽ വരുന്നത്. പിന്നെ സീറ്റ് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ട്, ഫുൾ സിസ്റ്റം വാൻസനൈൻസിന്റെ എക്സോസ്റ്റ് ഉണ്ട്, ബ്രീത്തർ ഉണ്ട്, സ്ക്രീൻ ഈഗിൾ, ഇത് കവറാണ്. അത് ഇത് റെയിൻ സോക്ക് എന്നാ പറയാ. നമ്മൾ മഴയത്തോ ഓടിക്കുമ്പോൾ വെള്ളം ഉള്ളോട്ട്, കാരണം ഇതൊക്കെ വലിക്കുന്ന സാധനമാണല്ലോ. അതെ, അപ്പൊ ഇതിന്റെ ഉള്ളോട്ട് വെള്ളം പോയി കഴിഞ്ഞാൽ എഞ്ചിനിലേക്ക് ഡയറക്റ്റ് അടിക്കേണ്ട വെച്ചിട്ടുള്ള ഒരു കവറാണ് ഇത്. മഴക്കാലം അല്ലെങ്കിൽ വെള്ളമുള്ള സാഹചര്യം കാര്യമുണ്ട്, വെള്ളം അങ്ങനെ ഉള്ളോട്ട് പോകില്ല, എത്രയോ കുറയ്ക്കും. സോ വാൻസനൈൻസിന്റെ ഫുൾ സിസ്റ്റം ഷോർട്ട് പറഞ്ഞ എക്സോസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ സ്ക്രീമിനീകളുടെ ഒറിജിനൽ ബ്രീത്തർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും, ഞാൻ പറഞ്ഞല്ലോ, ഒരു നോക്കിയ ഫോണിന്റെ സൈസുള്ള ട്യൂണർ, അതും വാൻസനൈൻസിന്റെ ആണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുക നമ്മൾ. അതൊരു 50,000-55,000. പിന്നെ ഈ സീറ്റ് കസ്റ്റം ആണ്, പെയിന്റ് ഓബിയസ്ലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്ലഷ് മൗണ്ട് എന്നാ പറയാ. ഇത് കണ്ട ഒരു ഫൈൻ ലെവലല്ലേ, ഇതിങ്ങനെ ഫ്ലഷ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഫ്ലഷ് മൗണ്ട് ഗ്രിപ്പ് നമ്മൾ ചെയ്തതാ, ഇമ്പോർട്ട് ചെയ്താണ്. പിന്നെ യൂഷ്വലി കണ്ടു കഴിഞ്ഞാൽ ഫോർക്ക് ഇവിടെ സെയിം കളറാണ്. ഇത് ഫോർക്കിനായിട്ടുള്ള ഒരു കവറാണ്, ഒരു ബ്ലാക്ക് ഔട്ട് ഫീൽ കൊടുക്കാൻ. ഇതിന് മാത്രം അറൌണ്ട് 15,000 rupees വരുന്നുണ്ട്. ഇത് ഇമ്പോർട്ട് ചെയ്തതാണ്. പിന്നെ ആക്സിൽ കവർ HDന്റെ ഒറിജിനൽ സാധനമാണ്. പിന്നെ ഇവിടെ ഒരു അണ്ടർബെല്ലി ഒരു സ്കൂപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് വണ്ടികളിലെ. സ്ട്രീറ്റ് റോഡിലുള്ള പോലത്തെ ആ ഡ്രാഗ് ബാർ ഉണ്ടല്ലോ, മറ്റേത് അയണിന്റെ ഒരു സ്റ്റോക്ക് അയൺ കണ്ടു ചെറിയൊരു ഇതാണ്. ഇത് സ്ട്രെയിറ്റ് ഒരു ഭയങ്കര ഒരു മാഫിയ ഫീലാണ് കിട്ടും. ഇത് ഓടിക്കുമ്പോൾ നമ്മൾ യൂഷ്വലി ഒരു ബൈക്ക് പൊസിഷൻ ഇങ്ങനെയല്ലേ കാലുണ്ടാവും. പിന്നെ 48 ആകുമ്പോൾ ഒരു ഇങ്ങനെയാവും. ഇതാകുമ്പോൾ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫീൽ നമ്മൾ ഇരിക്കുന്നുണ്ടാവും. അത് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു ഇത് കിട്ടും, ഫീൽ കിട്ടും അല്ലേ. അതെ, ഓക്കെ. പൊന്നെ കാല് ഇങ്ങനെ. പിന്നെ ഫുഡ് പെഗ്സ്, സൈഡ് മൗണ്ട് നമ്പർ പ്ലേറ്റ്, റിയർ, ഒരുപാട് സാധനങ്ങൾ. 2019 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 12,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. 3 lakhs സ്പെൻഡ് ചെയ്ത് നമ്മൾ കസ്റ്റം ബിൽഡ് ചെയ്തൊരു പ്രൊജക്ട് പോലെ. അപ്പോൾ നമ്മൾ ഇനി ഫ്യൂച്ചർ ഇങ്ങനത്തെ ബിൽഡ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വേറെ നമ്മളൊരു ബൈക്ക് എടുക്കുന്നു, എന്നിട്ട് ഇതേപോലെ തന്നെ ഫേമസ് നമ്മളെ രീതിക്ക് പ്ലാൻ ചെയ്ത്, പ്ലസ് കസ്റ്റമേഴ്സിന് ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഗൂഗിളിൽ കാണുകയാണ് ഇന്ന ടൈപ്പ് ഓഫ് ഹാർലി വേണമെന്ന് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പ്ലസ് നമ്മൾ പെയിന്റിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് കസ്റ്റം പെയിന്റ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും വെറുതെ ചെയ്ത് കൊടുക്കില്ല, 5 year വാറണ്ടിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊളി, അത് എന്തായാലും കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ BMW GS 1200 പിന്നെ ഒരു ഹാർലി ഡേവിഡ്സനും കൂടി ഇവിടെ കാണിക്കാനുണ്ട്. നമുക്ക് ഇതാണ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം അല്ലേ. ഇതിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ ഒരു മറ്റേ ട്രക്കിലൊക്കെ അതുപോലെ ഒരു സ്റ്റെപ്പ് കയറണം. ഇത് സെൻറ്റർ സ്റ്റാൻഡിലായിട്ടാണ് വന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അത് ഫോബ് കീ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. ആദ്യം നമുക്ക് സ്വിച്ച് നോക്കാം. എന്നിട്ട് ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്വിച്ച് വരുന്നത്. മീറ്ററൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വേറെ ലെവലാണ്. ഇത് ഞാനിതിൻ്റെ മുന്നേ ഓടിക്കാത്തൊരു വണ്ടി കൂടിയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എൻ്റെ മോനെ, എന്തായാലും നമുക്ക് പോക്കറ്റിലിടാം. ഇതിന്റെ ഫോഗ് ലാമ്പ് കണ്ടോ, എക്സ്ട്രാ ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടല്ലേ. ഇത് ഡെനാലി പറഞ്ഞ കമ്പനീന്റെ ഫോഗ് ലാംപ്സ് ആണ്. ഫോഗ് ലാംപ്സ് ഓക്സ് ലൈറ്റ് നമ്മൾ പറയല്. ഫോഗിന് അല്ലത്, ഇത് ആ പ്രോപ്പർ വിസിബിലിറ്റി ഹൈവേ റൈഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ദൂരത്തിൽ പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ആക്സസറി പറയാണ്ട് ഈ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇത് ടൂറോടെക്കിന്റെ ക്രാഷ് ഗാർഡ്സ് ആണ്. ഓക്കെ, പിന്നെ ഒരു സ്പെഷ്യൽ സാധനം യൂഷ്വലി കാണാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ഇതെന്താ ക്യാമറ. ഫ്രണ്ടും ബാക്കും ഫുൾ ടൈം റെക്കോർഡ് ആയിരുന്നു. കമ്പനിന്റെ അറൌണ്ട് 40,000 rupees അതിന് മാത്രം വരുന്നുണ്ട്. ക്യാമറ അല്ലേ, ഞാൻ ആദ്യം പെട്ടെന്ന് ഫസ്റ്റ് കണ്ടപ്പോൾ ടോർച്ചാണ് എന്തോന്ന് വിചാരിച്ചത്. പക്ഷേ ഒരു ക്യാമറ ആയിരുന്നു. അത് ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മോഡ്സ് ഉണ്ട് വണ്ടിക്ക്. സസ്പെൻഷനിലാണെങ്കിലും ഫുൾ ഇത് ഇപ്പൊ ഇങ്ങനെ എന്തൊക്കെ പറയണ്ടതിനെ കുറിച്ചിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ
ടെക് ലോഡഡ് പറയും. ഇപ്പൊ നമ്മൾ ഫോണിൽ ഐഫോൺ, സാംസങ് S23, S25 ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുൾ ഫീച്ചേഴ്സ് ഉള്ള ഒരു സാധനം. അതായത് നമുക്കിപ്പം റൈഡിംഗ് മോഡ്സ്, പവർ മോഡ്സ്, പിന്നെ ഗ്രിപ്പ് വരെ ഹീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഈ ഗ്രിപ്പ് വരെ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് കണ്ടോ, അത് വെറുതെ ഒരു ബട്ടൺസ് മാത്രമല്ല, ഇതിൽ ഈ ടോഗിൾ ഇതും കൂടെ ഉണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാം അപ്പ് ആൻഡ് ഡൗണും അതും ഇതൊക്കെ. കാരണം അത്രയും ഓപ്ഷൻസ് അല്ല. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ട്രാക്ഷൻ കൺട്രോൾ വെറും ട്രാക്ഷൻ കൺട്രോൾ അല്ല, അതിൽ പല ലെവൽസ് ഉണ്ട്. ABS ഉണ്ട്, വെറും ABS അല്ല, പല ലെവൽസ് നമുക്ക് ABS സെറ്റ് ചെയ്യാൻ പറ്റും. ഹോണും ആക്സസറിയാ. അതെ. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ ടെക് ഡ്രിവൻ വണ്ടി. ഇപ്പൊ ലെറ്റ്സ് സേ സർവീസ് ആയാൽ കൂടെ ഇപ്പൊ BMW കാർ യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ട്, സർവീസ് ആവുന്ന ടൈമിൽ സർവീസ് ആണെന്ന് കാണിക്കും. പിന്നെ എല്ലാ സാധനവും അതിൽ ബിൽറ്റ് ഇല്ല. ഭയങ്കര ഫീച്ചേഴ്സും ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ബൈക്കാണ്. അടിപൊളി. പിന്നെ സസ്പെൻഷൻ അടക്കം നമ്മൾ റൈഡ് മോഡ്സ് മാറുമ്പോൾ വെറും പവർ അല്ല, സസ്പെൻഷന്റെ സെറ്റിംഗ്സ് മാറ്റാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട് ഇതിന്. പിന്നെ ഇത് റൈഡ് മോഡ്സ് കൺട്രോൾ, ഇത് എൻഡ്യൂറോ മോഡിൽ പറഞ്ഞാൽ സസ്പെൻഷൻ ഇപ്പൊ നമ്മൾ റോഡിൽ ഓടിക്കുക, നേരെ ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ അത്രയും ഷോക്ക് അബ്സോർബ് ചെയ്യും. പിന്നെ ഇത് സെന്റർ സ്റ്റാൻഡ് ഉണ്ടോ? ഇറക്കണോ? ഇറക്കാം. ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിറക്കാം. വലിയ കുഴപ്പമില്ല. അതെ. ഓക്കെ, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഇതൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോ ഒരു ഹാർഡാണോ തോന്നുന്നുണ്ട്. അതാണ് സംഭവം. ഈ സസ്പെൻഷൻ പറയുന്നുണ്ടല്ലോ, റൈഡ് ചെയ്യുമ്പോൾ അത് സോഫ്റ്റ് ആവുക, അല്ലെങ്കിൽ ഇത് ഫ്രണ്ട്. ഇപ്പൊ ഫ്രണ്ട് നമുക്ക് വേറെ യൂണീക്ക് സാധനം വിചാരിക്കും കൂടെ അല്ലേ. ഇവിടെ വന്ന് നോക്കി നോക്കും. ഇതാണല്ലോ യൂഷ്വലി ബൈക്കിന് സസ്പെൻഷൻ വരിക. ഇതിന്റെ ഉള്ളിൽ ഒരു സസ്പെൻഷൻ കൂടെ കണ്ടോ, രണ്ട്. അതായത് ഇത് വെച്ചിട്ട് ഉള്ളിലേക്കുള്ള സസ്പെൻഷൻ, അതായത് അങ്ങനത്തെ ആക്ഷൻ അത് തരുന്നുണ്ടാവും. അതായത് സാധാരണ നമ്മൾ അടിയിൽ മാത്രം സാധാരണ ഫോർക്കാണല്ലോ, ഇപ്പൊ ഇതൊക്കെ ഫോർക്കല്ലേ. ഈ രണ്ട് ഫോർക്സ് വേറെ സസ്പെൻഷനിലേക്ക് മൗണ്ട് ചെയ്ത് അത് BMW മാത്രം വരുന്നത്. ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്യുന്നില്ല. അത് ചിലപ്പോൾ റൈഡിംഗിലായിരിക്കും. അതും ഫ്രണ്ട് ഓവർ സോഫ്റ്റ് ആയി നമുക്ക് ഫീഡ്ബാക്ക് ലൂസ് ആവും ബൈക്കിന്റെ. അപ്പൊ ഫ്രണ്ട് കറക്റ്റ് രീതിയിൽ നിൽക്കും. ബാക്ക് കണ്ടില്ല നിങ്ങൾ ബൗൺസ് ആവുന്നത്, റെയിൻ മോഡാ. ഇതിപ്പോ റോഡ് ഡൈനാമിക് പ്രോ, എൻഡ്യൂറോ പ്രോയിൽ സസ്പെൻഷൻ അടിപൊളിയാവും. ഇപ്പൊ നിങ്ങൾ നീക്കുമ്പോ അറിയില്ല, റൈഡ് ചെയ്യുമ്പോണ്ടല്ലോ ഇങ്ങനെ പോകുന്ന ഒരു എയർ പോകുന്നില്ല. നമ്മൾ സാധാ ബൈക്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇളക്കുമ്പോ സസ്പെൻഷൻ ഇളകുമല്ലോ, ഇത് മെക്കാനിക്കലാ. ഇതൊക്കെ ഇലക്ട്രോണിക് സസ്പെൻഷനാ. ഇത് വെറുതെ ഇളകൂല. ഇത് റൈഡ് ചെയ്യുമ്പോൾ ഒരു ഹമ്പൊക്കെ വരുമ്പോൾ പറഞ്ഞാൽ അല്ലെങ്കിൽ കല്ലൊക്കെ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ഇത് വർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാവും. ഓക്കെ, നല്ല അടിപൊളിയായിട്ടുണ്ട് വണ്ടി, വേറെ ലെവലാണ്. പിന്നെ എന്തായാലും നമുക്കൊന്ന് വാങ്ങാം. അതിലും ലെവൽസ് ഉണ്ട്, 1, 2, 3 പറഞ്ഞിട്ട്. ഹീറ്റഡ് ഗ്രിപ്പ് കണ്ടോ, ഇത് ഓഫ് 1, 2 അങ്ങനെ, അതായത് 3 ലെവൽ. ഓഫാണ്, ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ 1, 2. അതിനനുസരിച്ച് ഗ്രിപ്പ് ഹീറ്റും കൂടെ ചെയ്യും. നമ്മൾ കോൾഡർ റീജിയൻസിൽ പോയിട്ട് ബൈക്ക് ഓടിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോരോ ഓപ്ഷൻസുകളുണ്ട്. ഇനി നമ്മൾ പറയാത്തത് ഒരുപാടുണ്ട്. നമുക്ക് ഇതിൽ അറിയാത്തതും ഉണ്ടാവും ചിലപ്പോൾ കുറേ കാര്യങ്ങൾ. നമുക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഫുൾ ഫീച്ചർ നമുക്ക് ചിലപ്പോൾ ഫുള്ള് പഠിച്ചിട്ട് നമ്മൾ പറഞ്ഞതല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞത്. ഇത് 2018 മാനുഫാക്ചർഡ്, 19 രജിസ്റ്റേർഡ് KL ബൈക്കാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 18,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു അഡ്വഞ്ചർ ബൈക്കിനെ സംബന്ധിച്ചുള്ളത് വളരെ ലോ കിലോമീറ്റർ. കാരണം ഇത് എടുത്തിട്ട് ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, ഒരു 500 കിലോമീറ്റേഴ്സോ 1000 കിലോമീറ്റേഴ്സ് ഈസിലി ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ വണ്ടി ഇപ്പം നിലവിൽ ആളെ പറയുന്നില്ല, പക്ഷെ ഒരാൾ വന്ന് നോക്കുന്നുണ്ട്. സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഒരാൾ വന്ന് നോക്കാൻ പോകുന്നുണ്ട് ഈ വണ്ടി. നിലവിൽ ചിലപ്പോൾ ആൾ എടുക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അത് വന്ന് നോക്കാതെ മാത്രമേ. ഓക്കെ, അതുപോലെ തന്നെ നമുക്കും നമ്മളൊരു ബൈക്ക് കളക്ഷനിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് ഈ ഒരു മോഡൽ. അഡ്വഞ്ചർ ബൈക്ക് റൈഡേഴ്സിന്റെ ഒരു ഡ്രീം വണ്ടിയാണ്. ഇതിൽ പല മോഡൽസ്, ഇപ്പോൾ ട്രയംഫ്, ഡുക്കാട്ടി എല്ലാവർക്കും ഉണ്ട്. പക്ഷേ BMW ആണ് എപ്പോഴും കിങ്. അതായത് അതിന്റെ ആ ലുക്കിലും ആണെങ്കിലും അതിന്റെ ആ ഒരു പെർഫോമൻസിലാണെങ്കിലും എല്ലാ കാര്യവും. ഇതിന്റെ എഞ്ചിൻ ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. സാധാരണ എല്ലാ എഞ്ചിൻസും നേരെയല്ല, സൈഡിലാണ്. ആംഗിളിൽ നിന്ന് കണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് കിട്ടും, അല്ലെങ്കിൽ ബാക്ക് ആംഗിളിൽ നിന്ന് കണ്ടോ. ഇവിടെ ഇതാണ് ഇത് രണ്ടും എഞ്ചിൻ പിസ്റ്റൺസ് ഇങ്ങനെ. ഈ ഒരു സാധാരണ നമ്മള് ഹെഡ് കാണല്ലോ. ഇപ്പം ഹാർലി ഡേവിഡ്സന്റെ ഹെഡ് നോക്കുകയാണെങ്കിൽ ഹാർലി ഡേവിഡ്സന്റെ ഹെഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഇങ്ങോട്ടാണ് ഹെഡ് വരുന്നത്. എല്ലാ വണ്ടികളുടെ പിസ്റ്റൻസും ഇങ്ങനെ മേലോട്ട് ഇങ്ങനെയാ പോകുന്നുണ്ടാവും. ഇപ്പൊ ഇൻലൈൻ 4 ആണെങ്കിൽ 4 എണ്ണം, മറ്റേത് നേരെ കയറിയിട്ട് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പൊ അതൊരു എന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി വളരെ കുറഞ്ഞിട്ട് ബൈക്കിന്റെ ഹാൻഡിലിംഗ് ഭയങ്കര ഈസിയാക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അതായത് നമുക്ക് ബാലൻസിങ് ഒന്നുകൂടി കിട്ടും. കാണുമ്പോൾ ഭയങ്കര വലുതും അയ്യോ ഓടിക്കാൻ പറ്റുമെന്നൊക്കെ, പക്ഷെ ഓടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു നിർത്തി ഇങ്ങനെ പോകാം. നമുക്ക് ട്രാഫിക്കിലൊക്കെ വേണമെങ്കിൽ കാല് കുത്താതെ തന്നെ നിർത്തി ഏറ്റവും സ്ലോവിൽ നമുക്ക് പോകാൻ കഴിയും. കാരണം അത്രയും സൈഡിലേക്കുള്ള ആ ബാലൻസിങ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അഥവാ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ
പിന്നെ മെല്ലെ എങ്ങനെയാണ് കാലുമെന്ന് ഇറങ്ങിയിട്ട് നീച്ച് പോരും ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു വണ്ടി കൂടി റേറ്റ് നമ്മൾ പറഞ്ഞു അതിന്റെ. ഇതിന്റെ റേറ്റ് നമ്മൾ ഇതിൽ അറിയിക്കുന്നില്ല. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യും. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇതിൽ ഇട്ടണോ? യെസ്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അത് ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ റേറ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ റൈഡേഴ്സ് കാർട്ടിലെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചോളി അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി 48ന്റെ ഈ ഒരു റേറ്റ് ആണെങ്കിലും നമ്മളെ ഇൻസ്റ്റാഗ്രാമിലാണ് ഉണ്ടാവുക അല്ലേ? അതെ, അതായത് നമ്മൾ ഇവിടെ പ്രൈസ് റിവീൽ ചെയ്യുന്നില്ല. ഒരു സ്പെഷ്യൽ ബിൽഡ് യൂണിറ്റ് ആയതുകൊണ്ട് നിങ്ങൾ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്ത് വന്നോളി. അതെ അല്ലേ, ഷോർ. അതിൽ നമ്മൾ മെസ്സേജ് ചെയ്യൂ, എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽസും പ്രൈസൊക്കെ നമ്മൾ റിവീൽ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു സ്ട്രീറ്റും കൂടി ഇവിടെ ഉണ്ട്. കളി സാധനം ഇത് സൗണ്ട് ഇല്ലേ? ഇത് ഐക്സൈൽ പറഞ്ഞ ബ്രാൻഡിന്റെ അയൺ ഹെഡ് എക്സോസ്റ്റ്. ഓക്കെ, പൊളി പൊളി പൊളി. എങ്ങനെയാണ് ഇത്? 2019 മോഡൽ, ഫസ്റ്റ് ഓണർഷിപ്പ്. ഓക്കെ, കിലോമീറ്റർ പറയാൻ ആകെ 14,500 ഓടിയിട്ടേ ഉള്ളൂ. ഓക്കെ, 2019 ആണ് ലാസ്റ്റ് ബാച്ച്. അതായത് മാനുഫാക്ചറിംഗ് ഇയറിൽ ലാസ്റ്റ് 2019 സ്ട്രീറ്റ് ഉണ്ടാക്കിയത്. ഓക്കെ, ഇതിൽ അഗൈൻ ആക്സസറീസ് പറയുന്ന എക്സോസ്റ്റ് ഉണ്ട്, ക്രാഷ് ഗാർഡ് ഉണ്ട്, സീറ്റ് കസ്റ്റം മെയ്ഡ് ആണ്, പിന്നെ ബാക്ക് റെസ്റ്റ് ഉണ്ട്. ഈ ബാക്ക് റെസ്റ്റ് വരുന്നത് ഹാർലിന്റെ ഒറിജിനൽ ആണ്. ഇതിന് 30,000 റുപ്പീസ് റേറ്റ്. കാണുന്ന പോലെ അല്ലേ? അതെ, കാണുന്ന പോലെയല്ല, കുറച്ച് ഇതാണ്. ആ ഒരു എംബ്ലത്തിന് ഉള്ള ഒരു വിലയാണ്. അതെ, ബിൽഡ് ക്വാളിറ്റി ഡെഫിനറ്റ്ലി ഉണ്ടാവും. പിന്നെ ഈ ഒരു വയറുകൾ ചിലപ്പോൾ വിചാരിക്കുന്നത് എന്താണ്, ഇത് ഹാർലിന്റെ ചാർജ് ഇങ്ങനെ നമ്മൾ ചെയ്യുക. അതായത് 2017 ഓൺവേഴ്സിൽ എല്ലാ ബൈക്കിനും ഏകദേശം എല്ലാ സൂപ്പർ ബൈക്കിലും ഉണ്ട് ഈ പ്രശ്നം. കുറച്ച് കാലം നിർത്തിയിടുക. അതെ, ഇൻബിൽറ്റ് പോർട്ട് ഉണ്ടാവും. അപ്പൊ ഇതേപോലെ ഹാർലിന്റെ ചാർജർ ആണ് കണ്ടോ. ഈ ചാർജർ എടുത്ത് നിങ്ങൾ നേരെ പ്ലഗ് ചെയ്ത് ഞാൻ ബൈക്ക് ചാർജ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഏത് വണ്ടിക്കാണെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റും. ഇത് ഹാർലിക്ക് മാത്രം. 17 ഓൺവേഴ്സുള്ള മോഡൽസിനൊക്കെ ഉണ്ടാവുക. അതിന്റെ മുകളിലുള്ള മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ ആ അഡാപ്റ്റർ നമ്മൾ കൊടുക്കണം. അതായത് ഇതുപോലത്തെ ഈ വണ്ടികൾക്കുള്ള മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഫുൾ ടൈം യൂസ് ചെയ്യില്ല. അതായത് നോർമൽ ബൈക്കുകൾ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യില്ല. അങ്ങനെ കൂടുതൽ സമയം നമ്മൾ വീട്ടിൽ ഗാരേജിലോ അല്ലെങ്കിൽ യാർഡിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഉണ്ടാവുക ഈ വണ്ടി വേഗം ബാറ്ററി ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അത്രയും പവറുള്ള ബാറ്ററി കാര്യങ്ങളും വേണതിന്. ചെറിയൊരു സെൽഫ് മോട്ടറൊന്നുമല്ല, ഈ എഞ്ചിൻ കറക്കണമെന്ന് അതിനനുസരിച്ചുള്ള സെൽഫ് മോട്ടർ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നല്ലൊരു ബാറ്ററി വേണം. ആ ബാറ്ററിയിൽ ചാർജും വേണം. ചാർജ് അധികവും സമയം വണ്ടി എടുക്കാതിരുന്നാൽ ഇറങ്ങി പോകുന്നത് കൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു ചാർജർ കൂടി നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ചൊക്കെ ഈസി ആയിട്ട് ചാർജ് ചെയ്ത് നമുക്ക് വണ്ടി ആവശ്യമുള്ള സമയത്ത് എടുത്തു പോകാം അല്ലേ. ഓക്കെ, ഇനി എന്താ നമുക്ക് പറയാനുള്ളത്? ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളെ മറ്റേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പം നമ്മൾ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ RSA ഇനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. RSA എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി റോഡ് സൈഡ് അസിസ്റ്റൻസ്. നിങ്ങൾ ബൈക്ക് നമ്മളെ നിന്ന് എടുത്തു, ബൈക്ക് ബ്രേക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് ആയി, എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് കുടുങ്ങൂല നിങ്ങൾ. കാരണം ഈ ബൈക്സ് ഒന്നും നോർമൽ മെക്കാനിക് ഷോപ്പിൽ എടുത്ത് പോയി കൊണ്ടുപോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും. പിന്നെ ഈ വണ്ടി എടുക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ആണ്, ഇത് എന്ത് ധൈര്യത്തിൽ നമ്മൾ എടുക്കും, ഇത് എവിടെ സർവീസ് കിട്ടും, ആ ഒരു പേടി കണ്ടോ. RSA പറയുന്നത് ഇതേപോലെ തന്നെ വണ്ടി എന്തെങ്കിലും സ്റ്റക്കായോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നേരെ ഒരു റിക്കവറി വണ്ടി വരും, ഫ്രീ ഓഫ് കോസ്റ്റ് വണ്ടി എടുത്തുകൊണ്ടോ. അതൊരു 1 ഇയർ സബ്സ്ക്രിപ്ഷനാണ്. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അതിന് ബൈക്ക് എടുത്തിട്ടില്ല, എന്നാലും അതൊരു നെസസിറ്റി ആണ് ബൈക്ക് ഓണേഴ്സിന്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുക, 1 ഇയർ അൺലിമിറ്റഡ് ടൈംസ് ഇത് ക്ലെയിം ചെയ്യാം. ഓക്കെ, ആൻഡ് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ്. നിയറസ്റ്റ് ഷോറൂം എവിടെയാണോ അവിടത്തേക്ക് ബൈക്ക് ഫ്രീ ഓഫ് കോസ്റ്റ്. കേരളത്തിലാണോ നിലവിൽ ചെയ്യുന്നത്? അല്ലല്ല, ഓൾ ഇന്ത്യ ആണത്. നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ മനുഷ്യന്മാർ താമസിക്കുന്നിടത്തും എല്ലായിടത്തും. എക്സാക്ട്. അതിൽ ചില ഇപ്പൊ ലേ ലഡാക്ക് ഇല്ല, നോർത്ത് ഈസ്റ്റും ഇല്ല, അങ്ങനെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതല്ലാണ്ട് സദാശരി നിങ്ങൾ പറഞ്ഞു മനുഷ്യന്മാർ താമസിക്കുന്ന എല്ലാവരും, അതായത് മഞ്ഞളും മലന്റെ മുകളിലും അല്ല. പിന്നെ വേറെ ഒരു സ്കീം കൂടി നമ്മൾ പറഞ്ഞല്ലോ. പിന്നെയാണ് നമ്മൾ സ്പെഷ്യൽ, ഐ തിങ്ക് കേരളത്തിൽ പ്രോബ്ലി ഫസ്റ്റ് ടൈം നമ്മളായിരിക്കും ഈ സൂപ്പർ ബൈക്സിന് ചെയ്തിട്ടുണ്ടാവുക. അതായത് AMC കോൺട്രാക്ട്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു 1 ഇയർ ഒരു സബ്സ്ക്രിപ്ഷൻ പോലെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഒരു മന്ത്ലി കോസ്റ്റ് വെറും 2,500 രൂപ വരുള്ളൂ. ഒരു 2,500 രൂപയ്ക്ക് ആനുവൽ പാക്കേജ് ആണ്. അതായത് 30,000 വരും, പക്ഷേ മന്ത്ലി കോസ്റ്റ് വെറും 2,500 രൂപയുള്ളൂ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആനുവലി 6 ടൈംസ്, അതായത് എല്ലാ 2 മാസവും നമ്മൾ ടീം വന്നിട്ട് നിങ്ങളുടെ ബൈക്കിന്റെ ബേസിക് മെയിൻ്റെനൻസ് വർക്ക്സ് എല്ലാം ചെയ്തു വെക്കും, ഫ്രീ ആയിട്ട് ചെയ്തു. അതായത് ഈ പേയ്മെന്റ് വാഷും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. സൂപ്പർ ബൈക്ക് കൊടുക്കുന്നത് നല്ല ലാഭമാണ്. കാരണം ഇതേപോലെ NRIs ആവുക അല്ലെങ്കിൽ ബൈക്കിന്റെ റെഗുലർ മെയിൻ്റെനൻസ് പറഞ്ഞാൽ എപ്പോഴും ഒരു ഹാസലാണ് ഈ സൂപ്പർ ബൈക്ക്. കാരണം നിൽക്കുന്ന ആളുകൾക്കാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഒരു ഇതല്ല. കാരണം നിങ്ങളുടെ ബൈക്കിന്റെ മെയിൻ്റെനൻസ് നിങ്ങൾ വരി ചെയ്യേണ്ട, അവർ നോക്കും. എനിക്കറിയാം, ഞാൻ എന്നെ സൗദിയിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിലിപ്പോൾ ചെറിയ അന്നൊന്നും വലിയ നമ്മുടെ സൂപ്പർ ബൈക്ക് ഒന്നും ഇല്ല, എന്നാലും ഒരു ബുള്ളറ്റ് ആണെങ്കിൽ വരെ
ആ ബുള്ളറ്റ് നമ്മൾ നാട്ടിൽ നമുക്ക് കുട്ടികളെ പോലെയാണല്ലോ നമുക്ക് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി എന്തായി ഇപ്പൊ നമ്മൾ ചിലപ്പോൾ വീട്ടുകാരോട് വിളിച്ചു അതൊന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു പെട്രോളൊക്കെ അടിച്ചു റൗണ്ട് അടിച്ചിട്ട് കൊണ്ട കിട്ടോ എന്ന് പറയാം. അത് അതിന്റെ മെയിൻ്റെനൻസ് ആയില്ല, ജസ്റ്റ് ഓൺ ചെയ്യുന്ന മാത്രം. ഇത് കംപ്ലീറ്റ്ലി വന്നിട്ട് അവർ മെയിൻ്റെനൻസ് റിലേറ്റഡ് ജോബ്സ് എല്ലാം അവർ ചെയ്യും. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ വളരെ ചെറിയ ലേബർ, കാരണം അവർ വരികയാണല്ലോ നിങ്ങൾ വീട്ടിലേക്ക് വന്ന് ചെയ്യാം, വളരെ ചെറിയ ലേബറിലേക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ സർവീസ് ചെയ്യണം നിങ്ങൾക്ക്, എന്താ സർവീസ് സെന്റർ കൊണ്ടുപോകണ്ട. സർവീസിന്റെ പൊതുവെ നിങ്ങൾക്ക് അറിയില്ല സർവീസ് സെന്റർ എങ്ങനെ ബില്ല് വരും, അതില്ല. ഓയിൽ ഫിൽറ്ററിന് കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഓ സെറ്റ്. അപ്പൊ അങ്ങനത്തെ പലതും അത് നമ്മൾ നെക്സ്റ്റ് മന്ത് ആണ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഇപ്പൊ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിലിംഗിന്റെ കാര്യം കൂടി പറയുമ്പോൾ നമ്മൾ ഇവിടെ കാർ ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും എന്താണെങ്കിലും ഹൈലൈറ്റ് മാളിന്റെ ബേസ്മെന്റ് 2 എന്ന് പറഞ്ഞ ഈ ഫ്ലോറിൽ നെക്സ്റ്റോന്റെ എൻട്രൻസിന്റെ അടുത്ത് പിന്നെ ബൈക്ക് പാർക്കിംഗിന്റെ എക്സിറ്റ്, അത് അവിടെ കാണാം. ബൈക്ക് പാർക്കിംഗിന്റെ എക്സിറ്റ് ഉണ്ട്. ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞാൽ ഹൈലൈറ്റ് മാൾ കാലിക്കറ്റ് -2 ബേസ്മെന്റ് ആണ് വരുന്നത്. അതായത് നമ്മൾ ബേസിക്കലി പാർക്കിംഗിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഫ്ലോർ. ഓക്കെ, ബൈക്ക് പാർക്കിംഗിന്റെ എക്സിറ്റിന്റെ ഓപ്പോസിറ്റാ. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. ബൈക്ക് പാർക്കിംഗ് ഇവിടെയാണ് നെസ്റ്റോ വരുന്നത്. ഇവിടുന്ന് നേരെ കണ്ടുകഴിഞ്ഞാൽ നെസ്റ്റോന്റെ നേരെ ആ സൈഡിൽ തന്നെ നമ്മളെ നെക്സ്റ്റോയും കാര്യങ്ങളും വരുന്നുണ്ട്. അതിന്റെ വിഷയം ഞാൻ കാണിച്ചു തരാം. ആൻഡ് ലൈക്ക് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മുടെ ബ്രാൻഡിന്റെ പേര് റൈഡേഴ്സ് കാർട്ടൽ. ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ആണിത്. നമ്മൾ ഷോറൂം അല്ല, ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ആണ്. ഇവിടെ നമ്മൾ ബൈക്സ് ഷോറൂം അതേ ഒരു അടിപൊളി രീതിയിൽ. പ്ലസ് ഇതല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം സൂപ്പർ ബൈക്ക് സെയിൽ നമ്മൾ തുടങ്ങി. പിന്നെ ഈ ഡീറ്റെയിലിംഗ്, കാരണം നമ്മൾ ഡീറ്റെയിലിംഗ് നമ്മൾ ബൈക്സിന് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ക്വാളിറ്റി പുറത്തേക്ക് എത്തിക്കണമല്ലോ, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് നമ്മൾ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ തുടങ്ങി. ഇനി നെക്സ്റ്റ് ഒരു വർക്ക്ഷോപ്പ്, ഒരു പ്രീമിയം സൂപ്പർ ബൈക്ക് വർക്ക്ഷോപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ സെഗ്മെന്റ് ആയിട്ട് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നമ്മളെ പ്രൊഡക്റ്റുകൾ ഏകദേശം വരുന്നതല്ലേ. ഇതൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്ത ബേസിക് പ്രോഡക്ട്സ് ഒക്കെ ഇമ്പോർട്ടഡ്, എല്ലാം പ്രോപ്പർ പ്രീമിയം പ്രൊഡക്ട്സ് ആണ് വരുന്നത്. എല്ലാം ആ ഫീൽഡിൽ ആ പെർട്ടിക്കുലർ സാധനത്തിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ഏതാണ് അത് നമ്മൾ പോയി സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് 3M ആണ് നമ്മൾ ബേസ് ലൈൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 3Mനെക്കാട്ടി ബെറ്റർ ചെയ്ത പ്രൊഡക്റ്റ് ആ പെർട്ടിക്കുലർ ഇതിൽ വരുന്നത്. ഇപ്പോൾ കോമ്പൗണ്ട് ആണോ, റബ്ബിംഗ് ആണോ, അല്ലെങ്കിൽ സെറാമിക്, ഗ്രാഫീൻ, ബോറോഫീൻ, പോളിഷിംഗ്, ഇന്റീരിയർ ഡീറ്റെയിലിംഗ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ, കാറിന്റെയും ബൈക്കിന്റെയും സെറ്റ്. അതെ, അതിന് ഏത് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് അതാണ് ഇപ്പോൾ കുറേ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഉള്ളത്. ഓക്കെ, ഒക്കെ നല്ല ക്വാളിറ്റിയിൽ എല്ലാം, അതായത് എക്സ്പെൻസീവ് പ്രോഡക്ട്സ്. ഇപ്പോൾ ലെറ്റ്സ് എക്സാമ്പിൾ വരും, ഇപ്പോൾ പോളിഷിംഗ് എല്ലാവരും ചെയ്യുന്ന പോളിഷിംഗ് ഒരു ബോട്ടിൽ നമുക്ക് 800,000 റുപ്പീസിന് കിട്ടാനുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ 2,600, 3,800 ഒക്കെ റേറ്റ് വരും. അപ്പോൾ അതിന്റെ ക്വാളിറ്റി ആ വണ്ടിയിൽ ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് ആ ഫിനിഷിങ്ങും ആ അതിന്റെ ഒരു ലൈഫും ഓവറോൾ കണ്ടിന്യൂ മനസ്സിലാവും എന്തായാലും. നമ്മളുടെ ഇപ്പോൾ ഒരു വേറൊരു ബിസിനസ് കൂടെ ഉണ്ട്, അതെന്താ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അറിയിക്കുന്നത്. സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ ഇതിനായിട്ട് നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഡീറ്റെയിലിംഗിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ എങ്ങനെ ചെയ്യുന്നുള്ള പ്രോപ്പർ വീഡിയോ. ബട്ട് ഓൾസോ നെക്സ്റ്റ് ഉദ്ദേശിക്കുന്നത് മറ്റേ റെന്റിന്റെ ആണോ? റെന്റല്ല, കാർ വാഷ്. യെസ്, നമ്മളിവിടെ ഒരു എക്സ്ക്ലൂസീവ് ഒരു പ്രീമിയം കാർ വാഷും കൂടെ നടത്തുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വരും. പിന്നെ മുപ്പര് പറഞ്ഞ പോലെ തന്നെ പൊട്ടിച്ചത് ഒരു റെന്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. റൈഡേഴ്സ് കാർട്ടിൽ സൂപ്പർ ബൈക്ക് റെന്റ്. അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ കമന്റ്സിൽ അറിയിക്കും. പക്ഷേ എവറി കമന്റ് ഞാൻ വായിക്കുന്നുണ്ട്, എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണോ എന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് അറിയാലോ, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തോളൂ. നിങ്ങൾ എന്താ നോക്കുന്നത്, അപ്പം നിങ്ങൾക്ക് എന്താ ആവശ്യം അത് മാക്സിമം നമുക്ക് വയബിളായ രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനും ഡെഫിനറ്റ്ലി നോക്കുന്നത്. ഇപ്പോൾ റെന്റിൽ ഞാൻ മനസ്സിലാക്കി കുറേ ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യണമെന്ന് ചിലപ്പം ഇത്രയും വലിയ ഫണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. മേ ബി ഒരു ദിവസം 2 ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ അവർക്ക് വേണം. NRIs ആണെന്നുണ്ടെങ്കിൽ 5, 10, 15 ലക്ഷം കൊടുത്തിട്ട് വണ്ടി വാങ്ങും, ഒരു മാസം യൂസ് ചെയ്യും. ഒരു മാസം പറഞ്ഞാൽ ഒരു മാസം യൂസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ അത് വീട്ടിൽ കിടക്കും, മൂലയ്ക്കാവും, മെയിൻ്റെനൻസ് കോസ്റ്റ് വരും 30, 40, 50,000. അങ്ങനത്തെ പലതും ഉണ്ടല്ലോ. അപ്പോൾ റെന്റിലാവുമ്പോൾ എന്താണ് ഇവർക്ക് എളുപ്പമായി. അപ്പം അത് നമ്മൾ അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി കമന്റ്സിൽ നിങ്ങൾക്ക് എന്താ അറിയിക്കാനുള്ളത് എല്ലാ കമന്റും വായിച്ച് ഞാൻ ഐ തിങ്ക് വെൽബറും കൂടെ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും അല്ലേ. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് കൂടെ വെച്ച് നിർത്താം. നമ്മളെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. നമ്മൾ റൈഡേഴ്സ് കാർട്ടിലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതാ ഈ സെയിം പേരാണ് വരുന്നത്. ഫോളോ ചെയ്ത് വെച്ചോളി. അതുപോലെ തന്നെ നമ്മൾ സ്പൾബർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തോളി. നമ്മൾ കൊളാബ് ചെയ്തിട്ട് വീഡിയോ വരാൻ പോകുന്നു. അതേപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ചിലപ്പം ക്ഷമയോടെ നിങ്ങൾ കാത്തിരുന്നായിരിക്കും നമ്മൾ ഓരോ വണ്ടിയുടെയും ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ദാ ഈ കൊടുത്ത നമ്പർ നിങ്ങൾ വിളിച്ചോളി, അല്ലെങ്കിൽ ഇവരെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തോളി. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങളും അതുപോലെ കോൺടാക്ട് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്തോളി, ബെല്ലൈക്കൺ ഓർത്തിയോളി. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ. ഇനിയും വരാൻ പോകുന്ന ഒരുപാട് വെറൈറ്റി പറക്കുന്ന വണ്ടികളുമായി. ഓക്കെ.